السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. إليك يا رب قد وجهت حاجاتي وجئت بابك يا ربي برغباتي. اقض الحوائج لي ربي فلست أرى سواك يا رب من قاض لحاجاتي. سهل أموري واختمها بمنقلبي بعد الممات إلى رضوان جناتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള വേദിയിലെ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ ഉമറാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ജാതിക്കൂട്ടം പള്ളിമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു അലൈക്കും അസ്സലാം മഹാനവർകളുടെ പേരിൽ നടത്തിവരുന്ന ഉറൂസ് പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് നാം നിലകൊള്ളുന്നത്. സുപ്രധാനമായ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുള്ളതുകൊണ്ടും സമയബന്ധിതമായി നമ്മുടെ പരിപാടി അവസാനിക്കേണ്ടതുകൊണ്ടും ഞാൻ വലിയ ഒരാമുഖം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന തരത്തിൽ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു മജ്ലിസ് സംഘടിപ്പിക്കപ്പെടാൻ കാരണക്കാരനായി നമ്മുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഉഖ്റവിയായ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളുടെ കൂടെ നാം എല്ലാവരെയും നാളെ സർവാധിപനായ രക്ഷിതാവിൻ്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ എന്ന ഒരൊറ്റ ആമുഖം പറഞ്ഞ്
ഞാൻ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുകയാണ്. പറയപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ സദസ്സും വിജയത്തിൽ കലാശിക്കുന്നത്. അല്ലാതെ ജനങ്ങളുടെ ബാഹുല്യം കൊണ്ടോ വമ്പിച്ച വാഗ്ധോരണി കൊണ്ടോ ഒരു സദസ്സ് വിജയിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറയപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം. ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ വന്നുകൂടിയ നമ്മളെല്ലാവരും നന്നാവണം, എപ്പോഴും നന്മയിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നന്നാവുക എന്ന വാക്കിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. ശാരീരികമായി നന്നാവുക, ആരോഗ്യപരമായി നന്നാവുക, ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ കൊണ്ട് നന്നാവുക, സാമ്പത്തികമായി നന്നാവുക, ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നന്നാവുക എന്ന പദത്തിന് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന നന്നാവൽ എന്ന് പറയുന്നത് ഈ ലോകത്തേക്കുള്ള ഒരു ചെറിയ നന്നാവലല്ല, എന്നേക്കുമുള്ള തസ്കിയത്താണ്, എന്നേക്കുമുള്ള സംസ്കരണമാണ്. എന്നേക്കും ഒരു മനുഷ്യന് നന്നാവാൻ എന്താണ് വേണ്ടത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്കധികം ആളുകളോടൊന്നും ചോദിക്കേണ്ടതില്ല. നമുക്ക് ചോദിക്കാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബിയെ ഞങ്ങൾക്കൊക്കെ ഒന്ന് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, അതിനിപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എല്ലാ വഅളുകളിലും നമ്മൾ കേൾക്കാറുന്ന ഒരു ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ അവസാന ഭാഗം നമുക്കറിയാം. അലാ, അവിടെന്ന് പറയുന്നു, ഇന്ന ഫിൽ ജസദി മുൽഗതൻ, തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, ഒരു മാംസപിണ്ഡമുണ്ട്. കുറച്ച് സൗണ്ട് കൂട്ടണം. ഇന്ന ഫിൽ ജസദി മുൽഗ, നിങ്ങളെല്ലാവരുടെയും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. മറ്റൊരു മാംസപിണ്ഡത്തിനോ ഒരവയവത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത ആ മാംസപിണ്ഡത്തിനുണ്ട്. എന്താ പ്രത്യേകത? ഇദാ സ്വലഹത്ത്, അത് നന്നായാൽ സ്വലഹൽ ജസദു കുല്ലു, ശരീരം മുഴുവനും നന്നായി കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ മാംസപിണ്ഡം പിടിച്ചാൽ, അതൊന്ന് നന്നാക്കിയാൽ ഞാൻ മുഴുവനും നന്നാകും. ഇനിയോ വല്ല കാരണവശാലും വഇദാ ഫസദത്ത്, അതങ്ങ് ദുഷിച്ചു പോയാലോ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും ദുഷിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും ഇല്ല. അലാ, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലോകർക്കറിയുമോ ഏതാണ് ആ മാംസപിണ്ഡമെന്ന്? ആ മാംസകഷ്ണം ഏതാണെന്നറിയുമോ? വഹിയൽ ഖൽബ്, അത് മനുഷ്യൻ്റെ ഹൃദയമാണ്. ഹൃദയമാണ് നന്നാവേണ്ടത്. വേറെ ഞാൻ എത്ര നന്നായിട്ടും നന്നാവില്ല എന്ന് തീർച്ചയാണ്. എന്തിനാണ് നാം ഹൃദയത്തിൽ തന്നെ കയറി പിടിക്കണം എന്നവിടുന്ന് പറഞ്ഞത്? അതിന് പ്രധാനപ്പെട്ട കാരണം അവിടുന്ന് തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, ഞാൻ കുറേ എൻ്റെ ശരീരമൊക്കെ നന്നാക്കി, വിലപിടിപ്പുള്ള കുറേ വസ്തുക്കളൊക്കെ എൻ്റെ ശരീരത്തിൽ ഞാൻ ഉടയാടകളായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ നല്ല മസിൽ പവർ ഉണ്ടാക്കി, നല്ല ആരോഗ്യമുണ്ടാക്കി. പക്ഷേ അതൊക്കെ എനിക്ക് ദുന്യാവിൽ ആവശ്യമായിരിക്കാം, പക്ഷേ അള്ളാഹു എൻ്റെ തടിയിലേക്ക് നോക്കൂല. ലാ യൻദുറു, അവൻ നോക്കുന്നില്ല. ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ തടിയിലേക്ക് പടച്ചവൻ നോക്കുന്നില്ല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ കോലത്തിലേക്ക്, നിങ്ങളുടെ രൂപത്തിലേക്കും പടച്ചറബ് നോക്കുന്നില്ല. വലാകിൻ യൻദുറു, പിന്നെ യജമാനനായ റബ്ബിൻ്റെ നോട്ടം ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നോട്ടം എവിടെയാണോ അവിടെ നന്നായില്ലെങ്കിൽ എൻ്റെ കാര്യം പറ്റ അബദ്ധമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഹൃദയം കൊള്ള ശ്രദ്ധിക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ നോട്ടം അവിടേക്കാണ്.
എന്ന് മാത്രമല്ല, ഈ ഹൃദയം തുറന്നു കാണിക്കേണ്ട ഒരു ദിവസം നമുക്കെല്ലാവർക്കും വരാനുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ഹൃദയം തുറന്നു കാണിക്കേണ്ട ഒരു ദിവസം വരാനുണ്ട്. അന്ന് നമ്മൾക്ക് വഷളായിക്കൂടാ. അന്ന് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമല്ലാതെ പരാജയത്തെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് മഹാന്മാർ വളരെ പേടിച്ചു ആ ഒരു ദിവസത്തെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന ഖുർആനിലെ സൂറത്തു ശുഅറായിലെ 87, 88, 89 ആയത്തുകൾ, ഒരുപാട് പ്രാർത്ഥനകൾ. അതിലൊരു പ്രാർത്ഥന, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. വലാ തുഖ്സിനി, എന്നെ നീ വഷളാക്കരുത് റബ്ബേ, നീ എന്നെ വഷളത്തരത്തിലാക്കല്ല. യൗമ യുബ്അസൂൻ, ബഅസ് നടക്കപ്പെടുന്ന ദിവസം, ലോകത്തുള്ള സർവ്വകോടി മനുഷ്യന്മാരെയും രണ്ടാമതൊരു ഊത്തൂതുമ്പോ അല്ലാഹു പുനർജനിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, രണ്ടാമതൊരു ഊത്തങ്ങൂതപ്പെട്ടാൽ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാവരും നാലു ഭാഗവും നോക്കി എണീറ്റ് നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെ മുതലാണ് ഒരു മനുഷ്യൻ്റെ അനന്തമായ ജീവിതത്തിൻ്റെ തുടക്കം. അവിടെ മുതലാണ്. ഇപ്പം നമ്മൾ അനുഷ്ഠിക്കുന്ന ജീവിതമെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. എന്നാൽ രണ്ടാമത്തെ ഊത്തങ്ങ് കഴിഞ്ഞാലുള്ള പ്രത്യേകത, പിന്നെ മരണമില്ല, അനന്തമായ ജീവിതമാണ്. പിന്നെ മരിക്കാൻ സാധ്യമല്ല. സ്വർഗക്കാരെ നോക്കിയിട്ട് ഒരു മലക്ക് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗക്കാരെ, ലാ മൗത്ത്, ഇനി മൗത്തില്ല. അതേ മലക്ക് തന്നെ നരകക്കാരോടും പറയും, വയാ അഹ്ലന്നാർ, അല്ലയോ നരകക്കാരെ, ലാ മൗത്ത്, മൗത്ത് എന്ന് പറയുന്ന സാധനം ഇനിയില്ല, ഇനി ജീവിതം തന്നെയാണ്. അവിടെയാണ് ഇബ്രാഹിം നബി പ്രതീക്ഷിക്കുന്നത്, വലാ തുഖ്സിനി, നീ എന്നെ വഷളാക്കല്ല. പുനർജന്മം നടക്കുന്നത് മുതൽ നീ എന്നെ വഷളാക്കല്ല. വല്ലാത്ത ഒരു ദിവസങ്ങളാണ് പിന്നെ വരാനുള്ളത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അവിടെ സമ്പത്ത് ഉപകാരപ്പെടൂല, വലാ ബനൂൻ, മക്കളും അവിടെ ഉപകാരപ്പെടൂല. അവിടെ രക്ഷപ്പെടുന്നവൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബോടുകൂടെ, ക്ലിയറായ ഹൃദയത്തോടുകൂടെ, രക്ഷപ്പെട്ട ഹൃദയത്തോടുകൂടെ ആരാണോ വന്നത് അവർ മാത്രം രക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നീ എന്നെ വഷളാക്കരുത് റബ്ബേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹൃദയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കൽ വളരെ അത്യാവശ്യമാണ്. ആ ഹൃദയത്തിൽ കടന്നുകൂടുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരു ദിവസം വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഏറ്റവും കടുത്തതും വളരെ രൂക്ഷമായ ഭാഷയിൽ അല്ലാഹുവിൻ്റെ ഖുർആനും തിരുസുന്നത്തും വിമർശിക്കുകയും ചെയ്ത വളരെ വലിയ ഒരു ദുരന്തമാണ് അൽ കിബ്റു, അഹങ്കാരം എന്ന് പറയുന്നത്. മനുഷ്യരിന്ന് കടുത്ത അഹങ്കാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും ഈ അഹങ്കാരം നമ്മൾക്ക് കാണാം. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്വഭാവമാണ് കിബ്ർ എന്ന് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാനൊരഹങ്കാരിയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അഹങ്കാരത്തിൻ്റെ നാനാവശങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകൾ പോകുമ്പോഴാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണേ. ഞാനൊരു കിബറനാണോ? എന്നിൽ കിബറിൻ്റെ അലയൊലികൾ കടന്നു വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണല്ലോ. അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത, തൻ്റെ സൃഷ്ടികളിൽ വന്നു ചേരാൻ പാടില്ലാത്ത ഗൗരവമേറിയ സ്വഭാവമാണ് അൽ കിബ്റു, അഹങ്കാരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന് കിബറിനോട് ഇത്ര വലിയ വെറുപ്പ്? മനുഷ്യന്മാർ കിബർ കാണിക്കുന്നതിനോട് അള്ളാഹുവിന് എന്താ അത്ര വെറുപ്പ്? അതും ഒന്ന് ആലോചിക്കണമല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കാരണം പറയുന്നു. അള്ളാഹു തന്നെ പറയുന്നു, എന്തുകൊണ്ടാണ് ഞാൻ കിബറിൽ ഒരാളോടും അഡ്ജസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ് എനിക്ക് ആ രോഗത്തോട് ഇത്ര വലിയ വെറുപ്പ്? ഹദീസ് നോക്ക് നിങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തബാറക വതആല, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ പ്രഖ്യാപനം, അൽ കിബ്രിയാ ഉരിദാഇ വൽ അളമതു ഇസാരി. അൽ കിബ്രിയാ ഉരിദാഇ, കിബർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെരുമ എന്ന് പറയുന്നത് റിദാഇ, എൻ്റെ മേൽവസ്ത്രമാണ്. അള്ളാഹു പറയുന്നു കിബർ അതെൻ്റെ വസ്ത്രമാണ്. പിന്നെയോ വൽ അളമതു ഇസാരി, കിബർ എൻ്റെ മേൽവസ്ത്രമാണെങ്കിൽ അളമത്ത് എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത് ഇസാരി, എൻ്റെ കീഴ്വസ്ത്രമാണ്. അഥവാ രണ്ടും എൻ്റെ വസ്ത്രമാണ് എന്ന് പടച്ച തമ്പുരാൻ. അള്ളാഹുവിന് വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം. പക്ഷേ അള്ളാഹു തആല ഈ രണ്ട് സ്വഭാവങ്ങളെയും തൻ്റെ വസ്ത്രത്തോട് ഉപമിച്ചിരിക്കുകയാണ്. അൽ കിബ്രിയാ ഉരിദാഇ വൽ അളമതു ഇസാരി, ഒന്നെൻ്റെ മേൽവസ്ത്രമാണെങ്കിൽ മറ്റൊന്നെൻ്റെ കീഴ്വസ്ത്രമാണ്. എന്നിട്ട് അവൻ പറയുന്നു, ഫമൻ നാസഅനി, ആരെങ്കിലും എന്നോട് തർക്കിക്കാൻ വന്നാൽ, വാഹിദം മിൻഹുമാ, ഈ രണ്ടിലേതെങ്കിലും ഒരു വിശേഷണം എനിക്ക് വേണമെന്ന് ആരെങ്കിലും എന്നോട് തർക്കിക്കാൻ വന്നാൽ, അൽഖൈതുഹു ഫീ ജഹന്നമ വലാ ഉബാലി, ഞാൻ അവനെ ജഹന്നമിൽ ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കുക തന്നെ ചെയ്യും, ഒരിക്കലും ഞാൻ അവനെ പരിഗണിക്കില്ലെന്ന് പടച്ച തമ്പുരാൻ. മനസ്സിലായോ? കിബർ എന്ന് പറയുന്നത് അതെന്റെ ശരീരത്തോട് ചേരേണ്ടതാണ്. ആ കിബറിൽ ആരെങ്കിലും എന്നോട് തർക്കിക്കാൻ വന്നാൽ ഞാൻ അവനെ നരകത്തിൽ വലിച്ചെറിയുമെന്ന് പടച്ച തമ്പുരാൻ. ഈ വചനത്തിൽ വലിയൊരു ഹിക്മത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ? മഹാന്മാർ വിശദീകരിക്കുന്നു, അൽ ഇസ്സു വൽ കിബ്രിയാഉ സിഫതാനി മുഖ്തസ്സതാനി ബില്ലാഹ്. അള്ളാഹുവിൻ്റെ വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സിഫതാനി മുഖ്തസ്സതാനി ബില്ലാഹ്, ഇത് രണ്ടും അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ രണ്ട് വിശേഷണങ്ങളാണ്. കിബർ കാണിക്കാൻ ഈ ലോകത്ത് ഒരുത്തൻ യോഗ്യതയുള്ളവനുണ്ടെങ്കിൽ അത് അള്ളാഹു മാത്രമാണ്. പെരുമ നടിക്കാൻ ഈ ലോകത്താർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് യജമാനനായ അള്ളാഹുവിന് മാത്രമാണ്. അതാണ് അത് രണ്ടും എൻ്റെ വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെയാണ്. എന്നാലോ കമാ ലാ യുശാരിഖു റജുലു ഫീ ഇസാരിഹി വരിദാഇഹി ലാ യുശാരിഖുഹു ഫീഹിമാ ഗൈറഹു, ഈ കിബറായാലും ഈ മഹത്വമായാലും ഇതിൽ രണ്ടിലും അല്ലാഹു ആരെയും പങ്കു ചേർക്കൂല. ഏതുപോലെ കമാ ലാ യുശാരിഖു റജുലു ഫീ ഇസാരിഹി വരിദാഇഹി, എല്ലാ വിഷയത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വരാം. ഒരാൾ കുടിച്ച ചായയുടെ ബാക്കി ഒരുപക്ഷെ മറ്റവൻ കുടിച്ചു എന്ന് വരാം, ഒക്കെ ചെയ്തു എന്ന് വരാം. എന്നാൽ ഒരാളും തൻ്റെ വസ്ത്രത്തിൽ വേറൊരാൾക്കും കൂടെ ചാൻസ് കൊടുക്കൂലല്ലോ. ആ വചനത്തിൻ്റെ പൊരുളതാണ്. എത്ര സ്നേഹിക്കുന്ന ആളായാലും ഞാനൊരു കുപ്പായം ധരിച്ചിട്ടുണ്ടെങ്കിൽ നീയും കൂടെ എൻ്റെ കുപ്പായത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോ എന്ന് ആരും പറയാറില്ലല്ലോ. ഞാനൊരു തുണി ഉടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തുണിയുടെ ഉള്ളിലേക്ക് നീയും കയറിക്കോ എന്ന് ഒരാളും വേറൊരാളോട് പറയാത്തതുപോലെ കിബറും അളമത്തും അള്ളാഹുവിൻ്റെ മാത്രം സ്വഭാവമാണ്. അതിലേക്കൊരാളെയും ചേർക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനും കിബർ കാണിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്ര ഗൗരവം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യത്തിലും പറയാത്ത ശൈലിയിലാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിബറിനെ കുറിച്ച് പരാമർശിച്ചത്. വേറെ ഒന്നിനെക്കുറിച്ചും പറയാത്ത ഒരു ശൈലി നോക്ക് നിങ്ങൾ. വഅൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഒരു വിഷയത്തിൻ്റെ നാനാവശങ്ങളും ഒന്ന് ചിന്തിക്ക്. എത്ര ഗൗരവത്തിലാണ് ഈ വാക്ക്. അവിടുന്ന് പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കുക തന്നെ ഇല്ല കേട്ടോ. സ്വർഗപ്രവേശനം സ്വപ്നം കാണേണ്ടതില്ല കേട്ടോ. മൻ, ഒരുത്തൻ. എന്താണ് അവന് സംഭവിച്ചു പോയത്? കാന ഫീ ഖൽബിഹി, അവന് മറ്റൊരു കുഴപ്പവുമില്ല, അവന്റെ ഹൃദയത്തിൽ വന്നുപോയി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. മിസ്ഖാലു ദർറ, എന്താ ദർറ എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്തത്രയും
ചെറിയ സാധനത്തിനാണ് ദർറ എന്ന് പറയുന്നത്. ഒരണു എന്നൊക്കെ വേണമെങ്കിൽ അതിനർത്ഥം പറയാം. ഒരണുവിൻ്റെ തൂക്കം മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്രയും ചെറിയ ഒരണുവിൻ്റെ തൂക്കമാണ് ഒരുത്തൻ്റെ കൽബിൽ കിബർ വന്നു പോയതെങ്കിൽ തന്നെയും ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കുന്നവനല്ല. അപ്പൊ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായല്ലോ. ഈ ഹദീസ് എവിടെയൊക്കെ വഅദ് നടക്കാറുണ്ടോ അവിടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ്. പക്ഷെ ഇതിന്റെ ഗൗരവം നമ്മൾ ആരും ഉൾക്കൊള്ളാറില്ല. ഒരണുവിൻ്റെ തൂക്കം പോലും ഒരു മനുഷ്യന്റെ കിബർ, കൽബിൽ കിബർ വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പടച്ചവൻ തയ്യാറല്ല. കടലിന്റെ നൊരകണക്കെ തെറ്റ് വന്നാലും അത് പുറത്തു തരുമെന്ന് പറഞ്ഞ പടച്ചവൻ അല്ലേ, എല്ലാം ഞാൻ വിട്ടുതരുമെന്ന് പറഞ്ഞ പടച്ചവൻ 100 മനുഷ്യരെ കൊന്നവനും ക്ഷമാപണം നടത്താനുള്ള വഴിയെ മരിച്ചുപോയപ്പോ സ്വർഗത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയി എന്നാണല്ലോ ഹദീസിലുള്ളത്. അതൊക്കെ പഠിപ്പിച്ചു തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞ വാക്കാണ് മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. ഒരു ദർറയുടെ തൂക്കം, ഒരണുവിൻ്റെ തൂക്കം കിബർ ഒരു മനുഷ്യന്റെ കൽബിൽ വന്നുപോയാൽ അവൻ സ്വർഗത്തിലേക്കില്ല. ഞെട്ടാതിരിക്കുമോ സ്വഹാബത്ത്? അവരുടനെ തന്നെ ചോദിച്ചു കളഞ്ഞു, നബിയേ, ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസനൻ. ഏതൊരു മനുഷ്യനായാലും ഒരു നല്ല കുപ്പായമിടണമെന്ന് ആഗ്രഹിക്കൂലേ നബിയെ? അതിനാണോ ഈ കിബർ എന്ന് പറയുന്നത്? വനഅലുഹു ഹസനൻ, ഒരു നല്ല ചെരുപ്പ് ചവിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ നബിയെ? അതിനാണോ ഈ കിബർ എന്ന് പറയുന്നത്? ഖാല, അവിടെന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഏറ്റവും അഴകുള്ളവനും അവൻ അഴകിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനുമാണ്. നിങ്ങൾ നല്ല കുപ്പായം ധരിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, നല്ല ചെരുപ്പ് ചവിട്ടലുമല്ല കിബർ എന്ന് പറഞ്ഞാൽ. മറിച്ച് അൽ കിബറു, കിബർ എന്ന് പറഞ്ഞാൽ ബതറുൽ ഹഖി വഗംതുൻ നാസ്. അതാണ് കിബർ. ബതറുൽ ഹഖ്, സത്യത്തെ മറച്ചു വെക്കുക, സത്യത്തെ അവഗണിക്കുക. വഗംതുന്നാസ്, ജനങ്ങളെയൊക്കെ, ഒന്നിനും കൊള്ളാത്തവർ എല്ലാവരെയും അവഗണിക്കുക. സത്യത്തെ തൃണവൽഗണിച്ച് ജനങ്ങളെയൊക്കെ അവഗണിച്ച് ഞാൻ പറയുന്നതും മാത്രമാണ് ശരി എന്ന ഒരു ധാരണയിലേക്ക് മനുഷ്യർ കടന്നു വരിക. ഇനി ഞാൻ അതിൻ്റെ വശങ്ങൾ പറയാം. അഹങ്കാരത്തിന് ധാരാളം അടയാളങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അടയാളമാണ് സത്യത്തെ അവഗണിക്കുക എന്നത്. ഇനി ഞാൻ ഉദാഹരണം പറയട്ടെ ചെറുപ്പക്കാരോട്, സഹോദരിമാരോട്, സഹോദരന്മാരോട്. കാലാന്തരങ്ങളായി, നൂറ്റാണ്ടുകളായി ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വരുന്ന ചില ശൈലിയും സരണികളുമുണ്ട്. വിശ്വാസപരമായി മഹാന്മാരായ ഇമാമിങ്ങളോട്, 2 ഇമാമിങ്ങളുടെ കീഴിലാണ് നമ്മുടെ വിശ്വാസം വരുന്നത്. ആചാരപരമായി 4 മദ്ഹബ് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തുള്ള അത്യുന്നതന്മാരായ പ്രഗത്ഭന്മാരായ ഹദീസ് പണ്ഡിതന്മാരടക്കം, നിരവധി ഹദീസുകൾ ഉദ്ധരിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരടക്കം ആ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ലോകം മുഴുവനും അങ്ങനെ കടന്നു വരികയാണ്. ഇവിടെ ഒരു പുതിയ ഒരുത്തന് തോന്നുകയാണ് ഇമാമിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അവർക്കിത് പറയാൻ അധികാരമില്ലെന്ന് ഒരു മനുഷ്യന് തോന്നുകയും മഹാന്മാരായ ലക്ഷക്കണക്കിന് ഹദീസിൽ അവഗാഹമുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇമാം മാലിക് തങ്ങളെ പോലെയുള്ള മഹാരഥന്മാർ, ലക്ഷക്കണക്കിന് ഹദീസിൽ ഹിഫ്ളുള്ള അവർ കണ്ടെത്തിയ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ഒരു വിവരവുമില്ലാതെ എനിക്ക് തോന്നുകയാണ് അത് ശരിയില്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയാൻ എനിക്ക് ധൈര്യം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ വരെ നടന്ന ഒരു ശൈലിയിൽ നിന്ന് മാറാൻ എനിക്ക് പ്രേരണയായത് കിബറല്ലാതെ മറ്റൊന്നുമല്ല. ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. യുക്തിയുടെ അളവുകോലുകൊണ്ട് പരിശുദ്ധ ദീനിനെ അളക്കാനുള്ള ശ്രമം ആരാണോ ഉദ്ഘാടനം ചെയ്തത്? സാക്ഷാൽ ശൈത്വാനാണ്. യുക്തി കൊണ്ട് ഇസ്ലാമിനെ അളക്കാൻ സാധിക്കുമോ?
നല്ല യുക്തിയാണ് ശൈത്വാൻ ചോദിച്ചത്, കേൾക്കാൻ നല്ല രസമുള്ള യുക്തിയാണ്. ശൈത്വാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ, പടച്ചവനെ, ആദമിനെ പടച്ചത് കേവലം മണ്ണുകൊണ്ട്, എന്നെ പടച്ചതോ തീ കൊണ്ട്. തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ ഈ ചളിമണ്ണിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് എവിടത്തെ ന്യായമാണ് പടച്ചവനെ? നല്ല യുക്തിയാണ് പിശാച് ചോദിച്ചത്. അവിടെ യുക്തിയുടെ അളവുകോൽ ഉപയോഗിച്ചത് പടച്ചവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, ധിക്കാരി പുറത്തു പോകണം. ഇബ്ലീസിന് വന്ന ദുരന്തം ഖുർആൻ പറഞ്ഞു, അബാ വസ്തക്ബർ, കിബർ കാണിച്ചു. ഒരൊറ്റ കാരണത്താൽ ശൈത്വാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്താണെന്ന് പടച്ച തമ്പുരാൻ അബാ വസ്തക്ബറ, കിബർ കാണിച്ചതാണ്. ഇവിടെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, നമ്മളൊരു ലാഘവത്തോടെ കാണാൻ പാടില്ല. നാളിതുവരെ നിരാക്ഷേപം ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വരുന്ന ഒരു സരണിയുണ്ട്, ഒരു ശൈലിയുണ്ട്, ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ട് വേറൊരു മാർഗത്തിലേക്ക് എനിക്ക് പോകണമെങ്കിൽ കൃത്യമായി ഞാനതിന് കാരണം പറയണം. ഇന്നലെ വരെ നടന്ന മഹാരഥന്മാർ അവർക്കൊക്കെ പിഴച്ചുപോയെന്നും ഞാൻ പറഞ്ഞതാണ് കൃത്യമെന്നും എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ വളരെ കൃത്യമായ ഒരു ന്യായം എനിക്കതിന് പറയാൻ കഴിയണം. അല്ലാതെ ഏതെങ്കിലും ഇന്നവൻ പറഞ്ഞുവെന്നോ ഇന്നവൻ കാണിച്ചു തന്നോ എന്ന് പറഞ്ഞാൽ അത് കൃത്യമല്ലല്ലോ. വളരെ കൃത്യമായത് പറയാൻ സാധിക്കണം. ഇനി നോക്ക് നിങ്ങൾ, യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ദീന് പറഞ്ഞത്? ഉഖ്റവിയായ ആലിമീങ്ങളാണ്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ? സൂറത്തു ആലു ഇമ്രാനിലെ 18-ാമത്തെ ആയത്ത്. ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുകയല്ല, വളരെ ആത്മാർത്ഥമായി ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഈമാൻ കൊണ്ടുള്ള കളി കളിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി ആലോചിക്കണം. ആരാണ് പണ്ഡിതന്മാർ? അല്ലാഹുവിൻ്റെ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിലെ 18-ാമത്തെ ആയത്ത്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ശരിക്കും മനസ്സിലാക്ക്. ഷഹിദല്ലാഹു, അല്ലാഹു പറയുന്നു ഷഹിദല്ലാഹു, അല്ലാഹു സാക്ഷിയാണ്. എന്തിന്? അല്ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരാധനക്കർഹൻ അല്ലയല്ലാത്ത മറ്റാരുമില്ല. അതാണ് തൗഹീദ്. ആ തൗഹീദിന്റെ ഒന്നാമത്തെ സാക്ഷി അല്ല പറയുന്നു, ഞാൻ തന്നെയാണ്. ആരാധനക്കർഹൻ ഞാൻ മാത്രമാണ് എന്ന കാര്യത്തിന് ഈ പ്രപഞ്ചത്തിലെ ഒന്നാമത്തെ സാക്ഷി ഞാനാണെന്ന് പടച്ച തമ്പുരാൻ. ഒരു സാക്ഷി അല്ലാഹുവാണ്. രണ്ടാമത്തെ സാക്ഷി അല്ല പറയുന്നു വൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകളാണ്. കോടാനുകോടി മലക്കുകൾ തൗഹീദിന്റെ സാക്ഷികളാണ്, അല്ലേ? അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്. അവർ അല്ലാഹുവിൻ്റെ സർവ്വ സ്വഭാവങ്ങളും പഠിച്ചവരാണ്. ഇപ്പം മലക്കുകൾ സാക്ഷിയാണ്, അല്ലയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന്. രണ്ടാമത്തെ സാക്ഷി മലക്കുകളാണ്. മൂന്നാമത്തെ സാക്ഷി ആരാണ്? വ ഉലുൽ ഇൽം, വിവരമുള്ള പണ്ഡിതന്മാർ. ഉലുൽ ഇൽം, ഇൽമുള്ള മഹാരഥന്മാർ, ഉഖ്റവിയായ പണ്ഡിതന്മാർ. അവർ വായിൽ തോന്നിയത് പറഞ്ഞ് നമ്മെ വഞ്ചിക്കുമെന്ന് നമ്മൾക്ക് തോന്നിയോ? ഓർമ്മ വെച്ച നാള് മുതൽ ദിവസവും ഒരു ഖത്മ ഖുർആൻ ഓതിയ മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. പരിശുദ്ധ റമളാൻ മാസമായാൽ 60 ഖത്മ ഖുർആൻ ഓതുന്ന മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ലോകം നിരാക്ഷേപം അംഗീകരിക്കുന്ന മഹാനാണ്. ആ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എന്താണ് ന്യായം? അല്ലാഹുവിൻ്റെ ഖുർആനാണ്. ആരാണ് ഇമാം ഷാഫി തങ്ങൾ? അവർ ഈ പ്രപഞ്ചത്തിൽ തൗഹീദ് സ്ഥിരപ്പെടുത്താൻ അല്ലാഹു പറഞ്ഞയച്ച സാക്ഷികളാണ്. ഉലുൽ ഇൽം, വിവരമുള്ള മഹാന്മാർ, അവർ തൗഹീദിന്റെ സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള മഹാന്മാർ, അവർ വലിയ പ്രസംഗമൊന്നും നടത്തേണ്ടി വന്നില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അവർ നടന്നുപോയപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ? എത്ര വലിയ അത്ഭുതങ്ങളാണ്! ഡൽഹിയിൽ നിന്ന് പൃഥ്വിരാജിന്റെ അജ്മീറിലേക്ക് പ്രയാണം നടത്തി മഹാനായ ചിശ്തി തങ്ങൾ, ബഹുമാനപ്പെട്ട
ചിശ്തി തങ്ങൾ ഒരൊറ്റ യാത്ര നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുവെന്ന് ചരിത്രം. അണാസാഗർ തടാകത്തിലെ വെള്ളം വെച്ചുകൊണ്ട് പൃഥ്വിരാജ് മഹാനായ ചിശ്തിയെ വെല്ലുവിളിച്ചപ്പോ ഒരു കുടം വെള്ളം കൊണ്ട് അണാസാഗറിലെ വെള്ളം വറ്റിച്ച് കാണിച്ചു കൊടുത്തു മഹാനായ അജ്മീർ ഷെയ്ഖ്. ആലിമീങ്ങളാണ്, മഹാരഥന്മാരാണ്. അവരാണ് ഇവിടെ ദീനിന്റെ പ്രബോധനം നടത്തിയവർ. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ സൂറത്തുൽ ഫാത്തിഹ വ്യാഖ്യാനിക്കുന്നിടത്ത് മഹാനവർകൾ ബിസ്മിയുടെ മഹത്വം പറയുമ്പോൾ ഒരു സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഒരു ദിവസം ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ മജൂസികൾ കടന്നു വന്നു, അഥവാ അഗ്നി ആരാധകന്മാരായ ആളുകൾ കടന്നു വന്നു. മഹാനവർകളെ പരിഹസിക്കലായിരുന്നു ലക്ഷ്യം. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ഇന്നക തദ്ദഇൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ. തഫ്സീറു റാസിയിൽ കാണാം, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വലിയ പ്രബോധകനാണല്ലോ, നിങ്ങളൊരു പണ്ഡിതനാണല്ലോ. അതുകൊണ്ട് ഫഅരിനാ ആയത്തൽ ലിനുസ്ലിമ, ഞങ്ങൾക്കും ഇസ്ലാമിൽ വരണമെന്ന് താല്പര്യമുണ്ട്. അതിനുതകുന്ന എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം, അതിന് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം. അങ്ങ് തൗഹീദിന്റെ സാക്ഷിയാണെന്നല്ലേ ഖുർആനിലുള്ളത്? ആ തൗഹീദ് സാക്ഷ്യപ്പെടുത്താൻ വന്നവർക്ക് അള്ളാഹു അതിനുള്ള കഴിവ് കൊടുക്കണമല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഔലിയായിലൂടെ നമ്മൾ കാണുന്നത്. മറ്റൊരു കോണിലൂടെ കാണുമ്പോഴാണ് വിമർശിക്കാൻ ചിലർക്ക് തോന്നുന്നത്. അപ്പോഴാണ് മഹാന്മാരായ ഔലിയാ കാണിക്കുന്നത് തൗഹീദിന്റെ തെളിവുകളാണ്, ആലിമീങ്ങൾ കാണിക്കുന്നത് തൗഹീദിന്റെ സാക്ഷ്യപത്രമാണ്. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങൾ ദീനിനു വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ, അതിനുതകുന്ന എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം. മഹാനവർകൾ ഉടനെ തന്നെ പറഞ്ഞു, തൂനീ ബിസ്സുമ്മിൽ ഖാതിൽ, തിന്നാൽ ചത്തുപോകുന്ന കൊടും വിഷം കിട്ടുമെങ്കിൽ കുറച്ചിങ്ങ് കൊണ്ടുവാ, ഞാൻ കാണിച്ചു തരാം. ഫൗതിയ ബിത്വാസിം മിനസ്സും, ഒരു വലിയ പാത്രം നിറയെ കൊടും വിഷമിങ്ങ് കൊണ്ടുവന്നു മജൂസികൾ. വിഷം കൊണ്ടുവന്നപ്പോഴോ മജ്ലിസിൽ അവിടെ ഇരുന്നിട്ട് ഫഖാല, ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ റബ്ബേ, നിന്റെ പേരുച്ചരിച്ചുകൊണ്ട് ഖാലിദ് തിന്നാൻ പോവുകയാണ്. എന്തിനാ ഖാലിദ് ഇത് തിന്നുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥിരപ്പെടുത്താനാണ്. അതിനുള്ള യോഗ്യത ഔലിയായിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരെ സാക്ഷിയാക്കിയതിൽ എന്തർത്ഥമാണുള്ളത്? ഉലമായിന് കൊടുത്തില്ലെങ്കിൽ എന്തർത്ഥമാണുള്ളത്? മഹാനായ ശംസുൽ ഉലമയോട് ഒരിക്കൽ ക്രിസ്ത്യൻ മിഷണറിമാർ ചോദിച്ചിരുന്നു, നിങ്ങൾ ബനു ഇസ്രായേലിലെ നബിമാർക്ക് സമന്മാരാണെന്ന് ഹദീസിലുണ്ടല്ലോ. ശംസുൽ ഉലമ പറഞ്ഞു, അതെ, അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൽ വന്ന നബിമാർ മരിച്ചവരെ ജീവിപ്പിക്കാറുണ്ടല്ലോ, നിങ്ങൾക്കതിന് സാധിക്കുമോ? ശംസുൽ ഉലമ ഉടനെ മറുപടി പറഞ്ഞു, ശവമിങ്ങ് കൊണ്ടുവാ, ഞാൻ അങ്ങ് ജീവിപ്പിച്ചു തരാം. അവരാണ് ഉഖ്റവിയായ ആലിമീങ്ങൾ. അവർ തൗഹീദ് സ്ഥിരപ്പെടുത്താനാണ്, അല്ലാതെ തനിക്ക് വലിയ കഴിവുണ്ടെന്ന് ബോധ്യപ്പെടുത്താനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥിരപ്പെടുത്താനാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങൾ പറഞ്ഞു, വിഷം കൊണ്ടുവന്നു. വിഷം കൊണ്ടുവന്നപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഫഅകലൽ കുല്ല, കുറച്ച് തിന്നു എന്നല്ല, അത് മുഴുവനും അങ്ങ് തിന്നു, ഒരു പോറലുമേറ്റില്ല. ഫഖാമ സാലിമൻ ബിഇദ്നില്ലാഹ്, ഒരു കൊതുക് കുത്തിയ വേദന പോലും പ്രകടിപ്പിക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അങ്ങ് നടന്നപ്പോ ആളുകൾ വിളിച്ചു പറഞ്ഞു, ഹാദാ ദീനുൻ ഹഖ്, ഹാദാ ദീനുൻ ഹഖ്, ഇത് തന്നെയാണ് സത്യമതം. അവരാണ് ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിച്ചവർ. അവരുടെ പേരിൽ തന്നെ ഇന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ തൗഹീദിൽ വെള്ളം ചേർത്തവരാണ്. ഇത് ഏറ്റവും വലിയ വിരോധാഭാസമാണ്. അതുകൊണ്ട് പറയല്ല മോമിനെ, പറയരുത് സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വരട്ടെ, അങ്ങനെ പറയണമെന്ന് ഒരുത്തന് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ ഖൽബിന് വന്നുപെട്ട ദുരന്തം അൽ കിബ്റു, അഹങ്കാരമാണ്. വിശ്വാസപരമായ വിഷയങ്ങളെക്കുറിച്ചാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇത് വളരെ വിശാലമായ ഒരു ചർച്ചയാണ്, ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. എന്നാൽ അതൊന്നുമല്ല, കിബറിന്റെ വേറെ ചില അടയാളങ്ങളുണ്ട്. എന്താ കിബറിന്റെ വേറെ ചില അടയാളങ്ങൾ? അല്ലാ യഖ്ബലൻ നസീഹ, കിബറന്മാരുടെ അടയാളമാണ്. ഞാൻ എൻ്റെ ഖൽബിനോട് ചോദിക്കണം, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ചോദിക്കണം, എന്താ കിബറിന്റെ രണ്ടാമത്തെ അടയാളം? അല്ലാ യഖ്ബലൻ നസീഹ, നസീഹത്ത് സ്വീകരിക്കാതിരിക്കുക. ആരെങ്കിലും ഒന്ന് ഗുണദോഷിച്ചാൽ, ആരെങ്കിലും ഒരു നല്ലതെന്നോട് പറഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കുക, അത് കിബറിന്റെ അടയാളമാണ്.
ഏതുപോലെ ഇൻ ഖീല ലഹു, ഒരുത്തനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത്തഖില്ലാഹ്, നീ അള്ളാനെ ഒന്ന് പേടിക്കടോ, നീ അള്ളാനെ സൂക്ഷിക്കടോ, നീ കള്ളുകുടി ഒന്ന് നിർത്ത്, നീ ഒന്ന് പള്ളിയിലേക്ക് വാ എന്നെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാൽ യഖൂലു, എന്തായിരിക്കും അവന്റെ മറുപടി എന്നറിയോ? അലൈക ബിനഫ്സിക്, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. മിസ്ലുക യൂസിനി, നിന്നെ പോലത്തവനാണോ ഇപ്പം എന്നെ നന്നാക്കാൻ വരുന്നത്? നീ പോയിട്ട് ഇന്നവനെ നന്നാക്ക്, നിന്റെ മോനില്ലേ അങ്ങനെ, നിന്റെ മറ്റവനില്ലേ അങ്ങനെ, അവനെ പോയിട്ട് നന്നാക്ക്, എന്നെ പഠിപ്പിക്കാൻ നീ വളർന്നിട്ടില്ല എന്ന് പറയുന്ന ശൈലി അത് കിബറിന്റെ സംസാരമാകുന്നു. അല്ലാ യഖ്ബലൻ നസീഹ, നസീഹത്ത് സ്വീകരിക്കാതിരിക്കുക ഇത് വലിയ ദുരന്തമാണ്. വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുക, അതാണ് മുഅ്മിനിന്റെ ഏറ്റവും വലിയ അടയാളം. അതാണ് നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക, അത് കേട്ടാൽ അത് അംഗീകരിക്കുക, അത് സ്വീകരിക്കുക, അത് മുഅ്മിനിന്റെ അടയാളമാണ്. എന്നാൽ ആ ഒരു സ്വഭാവം ഇന്ന് നമ്മളിൽ എത്ര പേർക്കുണ്ട്? ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യയിൽ പോലും ഒരുപക്ഷെ ഇത്ര വഅദുകൾ നടന്നിട്ടുണ്ടാവൂല. അത്രമേൽ വഅദിന്റെ മജ്ലിസുകളിൽ ഇരിക്കുന്നവരാണ് നമ്മൾ. വഅദ് സംഘടിപ്പിച്ചവർ, അതിൻ്റെ പ്രചാരകന്മാർ, അതിന് ലക്ഷക്കണക്കിന് രൂപ പൊടിപൊടിക്കുന്നവർ. ഇത് കേവലം ഒരു ആസ്വാദനത്തിനാണെങ്കിൽ ഈ ചെലവ് ചെയ്ത കാശിനും നാളെ മറുപടി പറയണ്ടേ? എന്തിനാ അത് സംഘടിപ്പിച്ചത്? ആ കാശ് കൊണ്ട് 4 സാധുക്കൾക്ക് ഒരു കൂര വെച്ച് കൊടുത്താൽ അതായിരിക്കൂലേ ഖൈർ? പേരിനൊരു വഅദ്, പേരിനൊരു മജ്ലിസ്. എന്നിട്ടോ തിരിഞ്ഞു പോകുമ്പോ പറയാ, ഇത്ര കസേര കൊണ്ടുവന്നു, ഇത്ര കോടി പിരിച്ചെടുത്തു, അല്ലെങ്കിൽ ഇത്ര വലിയ സദസ്സ് എന്നൊക്കെ പറയാനാണോ ഇൽമിന്റെ മജ്ലിസുകൾ? ഒരിക്കലുമല്ല. അവിടെ പറയപ്പെടുന്നത് ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഇവിടെ ചെലവ് ചെയ്ത സമയത്തിനും നാളെ മറുപടി പറയേണ്ടി വരും. വെറുതെ ആവൂല ഈ ഇരുത്തം. അപ്പൊ നസീഹത്ത് സ്വീകരിക്കാതിരിക്കുക. എത്ര വേളാണ് നമ്മൾ കേട്ടത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം വരുത്താൻ തയ്യാറായോ? ഇല്ലെങ്കിൽ നമ്മളൊക്കെ കിബറന്മാരാണ് എന്നല്ലേ അതിനർത്ഥം? എനിക്കറിയാം ഞാൻ അംഗീകരിക്കൂല പടച്ചവനെ, ഞാൻ നന്നാവൂല എന്നല്ലേ അതിനർത്ഥം? ഞാൻ ഉദാഹരണം പറയാം. തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അന്ന റജുലൻ, ഒരു മനുഷ്യൻ, അകല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ബിശിമാലിഹി, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചര്യക്കെതിരാണ്. അവിടുത്തെ സുന്നത്തെന്ന് പറയുന്നത് വലതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കലാണ്, അല്ലേ? നമ്മളിൽ പലരും അത് ശ്രദ്ധിക്കാറില്ല. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, കല്യാണ വീടുകളിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അധിക പാത്രങ്ങളും സിംഗിൾ യൂസിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടവയാണ്. രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റാത്ത പാത്രങ്ങൾ, പ്ലേറ്റുകളും ഗ്ലാസുകളുമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ പോലും വെള്ളം കുടിക്കുമ്പോൾ ഇടതു കൈകൊണ്ട് കുടിക്കുന്നത് കാണാം. എന്താ അതിൻ്റെ ന്യായം? ഇനി അതല്ല, മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുവാണെന്ന് തന്നെ വിചാരിക്ക്. വീടുകളിൽ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈ എന്തിന്? വലത് കൈ കൊണ്ട് കുടിച്ചാൽ എന്താ കുഴപ്പം? ഗ്ലാസ്സിൽ പുരളുമെന്നാണ് ചിലരുടെ ന്യായം. ഇനി ഗ്ലാസ്സിൽ പുരണ്ടാൽ തന്നെ അത് കഴുകാൻ ഇവിടെ സൗകര്യങ്ങളില്ലേ? എന്തിനാണ് നമ്മൾ ഇടതു കൈ ഉപയോഗിക്കുന്നത്? അവിടുത്തെ ഒരു സുന്നത്തിനെ അവഗണിക്കല്ല. വലതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്ക്, വലതു കൈ കൊണ്ട് വെള്ളം കുടിക്ക്. കല്യാണ വീടുകളിലും മറ്റുമൊക്കെ അതൊരു ശീലമാക്കി നമ്മൾ മാറ്റ്. ഇനി ഗ്ലാസ്സിൽ പുരളുക എന്ന് പറയുന്നതും ഒരു മുസ്ലിമിൽ നിന്ന് സംഭവിക്കൂല. അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു, അമറ ബിൽ അഖിൽ അസാബിഹ്, വിരലുകൾ ഊമ്പിയിട്ട് അതിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ എവിടെ ഭക്ഷണം ഗ്ലാസ്സിൽ പുരളൽ? എവിടെ? അതൊന്നും ഒരു ന്യായമല്ല. പിന്നെ അതിന് സപ്പോർട്ട് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന ന്യായമൊക്കെ നോക്കുന്നതിന് പകരം വലതു കൈ കൊണ്ടങ്ങ് കുടിച്ചാൽ പോരെ? വലതു കൈ കൊണ്ട് കുടിക്കുന്നതിന് എന്താണ് തടസ്സം? സഹാബി പറയുന്നു, ഒരു മനുഷ്യൻ അകല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ബിശിമാലിഹി, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തിന്നു. ഫിസിക്കലി അവൻ ഒരു കുഴപ്പവുമില്ല, അവൻ്റെ കൈക്കൊരു തകരാറുമില്ല, അവൻ ആരോഗ്യപരമായ ഒരു പ്രശ്നവുമില്ല. ഫഖാല, അവിടെന്ന് പറഞ്ഞു, മോനെ കുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് തിന്നടാ. ഒരു ചെറിയ ഉപദേശം കൊടുത്തു, കുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് തിന്ന്. നേരത്തെ ഞാൻ പറഞ്ഞ മറുപടിയാണ് ഇയാൾ പറഞ്ഞത്, എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട.
അല്ലാഹുവിന്റെ ഹബീബ് കുൽ ബിയമീനിക്, നിന്റെ വലതു കൈ കൊണ്ട് തിന്നാൻ പറഞ്ഞപ്പോ ഖാല, അവൻ പറഞ്ഞു ലാ അസ്തതിഉ, എനിക്കതിന് സാധിക്കൂല, ഞാൻ ഇങ്ങനെ തന്നെ തിന്നു എന്ന് പറഞ്ഞു. ഫഖാല, അവിടുന്ന് ഉടനെ തന്നെ പറഞ്ഞു, എന്നാൽ ലസ്തതഅത്, നിനക്കതിന് സാധിക്കാതിരിക്കട്ടെ, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നീ അടുത്ത കൈ കൊണ്ട് തിന്നോ. മാ മനഅഹു ഇല്ലൽ കിബ്ർ, കിബറല്ലാത്ത ഒരു കാരണവും അവന് പറയാനില്ല. പക്ഷേ അവിടുന്ന് ലസ്തതഅത് എന്ന് പറഞ്ഞതിന് ശേഷം ഫമാ റഫഅഹാ ഇലാ ഫീ, അവന്റെ വലതുകൈ അവന്റെ തൊള്ളയിലേക്ക് ഉയർന്നിട്ടില്ലെന്ന് മഹാനായ സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻ, ഈ കൈ പിന്നെ മേലോട്ട് പൊങ്ങിയിട്ടില്ല. അപ്പൊ ഉപദേശം സ്വീകരിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. അത് സ്വീകരിക്കാത്തവനുള്ള പണിയാണ് അന്നവിടെ നിന്ന് കൊടുത്തത്. എന്തിന്? ഇത് ലോകം പഠിക്കാനാണ്, ചിന്തിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, ഞാൻ അംഗീകരിക്കൂല. ഇതാണ് കിബറിന്റെ രണ്ടാമത്തെ അടയാളം. ഞാൻ വേറെ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ വസ്ത്രധാരണ രീതി ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ? വളരെ ഗൗരവത്തിൽ നോക്കൂ നിങ്ങൾ. ഹദീസ് നോക്ക്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യൻദുറുല്ലാഹ്. ആ വാക്കിന്റെ ഒരു ഗൗരവം നോക്കണം, ശരിക്ക് കേട്ടോളണം. ഈ വാള് കേട്ട ഒരുത്തനും നാളെ മറ്റൊരു രീതിയിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല. നാളെയും അങ്ങനെ തന്നെ ധരിച്ചാൽ അതിനർത്ഥം ഈ വാള് ഞാൻ കേട്ടിട്ട് നന്നാവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. എന്താ അവിടെ നിന്ന് പറയുന്നത്? ലാ യൻദുറുല്ലാഹ്, അല്ലാഹ് നോക്കൂല കേട്ടോ. നാളെ യജമാനനായ റബ്ബ് നോക്കൂല. അവൻ നോക്കൂല എന്ന് പറഞ്ഞാൽ ഏത് നോട്ടമാണ്? ഐ ലാ യൻദുറു നദറ റഹ്മത്തിൻ, നദറത റഹ്മത്തിൻ, റഹ്മത്തിന്റെ ഒരു നോട്ടം അല്ലാഹു നോക്കൂല. ആരെ? റഹ്മത്തിന്റെ ഒരു നോട്ടമല്ല നോക്കാത്ത ഏറ്റവും നശിച്ചവൻ ആരാണ്? ഇലാമൻ, ഒരുത്തനിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം തന്നെ നോക്കൂല. എന്താണ് അവനിൽ വന്ന ദുരന്തം? ജറ സൗബഹു ഖുയലാ, പൊങ്ങച്ചം കാരണം വസ്ത്രം നിലത്ത് വലിച്ചേച്ച് നടന്നവനെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം പോലും നോക്കൂല. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് നാളെ വിജയിക്കാൻ എന്താ പ്രതീക്ഷ? ചെയ്ത അമൽ കൊണ്ട് രക്ഷപ്പെടുമെന്ന് തോന്നുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോടല്ല, അവിടുത്തെ മുന്നിലുണ്ടായിരുന്ന സ്വഹാബത്തിനോട് ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, ഖാരിബൂ വസദ്ദിദൂ, ജാഗ്രതയായിക്കോളൂ, വളരെ വളരെ ഗൗരവത്തിൽ ചിന്തിച്ചോളൂ. അവിടെ നിന്ന് പറഞ്ഞു, എന്താ കാര്യം? അവിടെ നിന്ന് പറഞ്ഞു, അന്നഹു, കാര്യം എന്താണെന്നറിയോ? ലയൻജുവ അഹദും മിൻകും, നിങ്ങളിൽ ഒരാൾ പോലും രക്ഷപ്പെടൂല. ബിഅമലിഹി, താൻ ചെയ്ത അമല് കൊണ്ട് നിങ്ങളിൽ ഒരാളും രക്ഷപ്പെടൂല. ആഖിർ സമാനിൽ ജാതിക്കൂട്ടം പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന സാധുക്കളോടല്ല ഈ പറഞ്ഞത്. പിന്നെയോ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത മഹാന്മാർ, ഹറാമ് തിന്നാൻ പോയിട്ട് ഹലാല് തന്നെ തിന്നാൻ പേടിച്ച മഹാന്മാർ, അവരോടാ പറയുന്നത്, ചെയ്ത അമല് കൊണ്ട് രക്ഷപ്പെടൂല. ഉള്ളത് മുഴുവനും ദീനിന് സംഭാവന ചെയ്ത് ഒടുവിൽ യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീഴുമ്പോ ശരീരം മുഴുവനും മറക്കുന്ന ഒരു തുണി പോലും സ്വന്തമായിട്ടില്ലാത്ത മഹാരഥന്മാർ, അവരോടായി പറയുന്നത്, ചെയ്ത അമല് കൊണ്ട് ഒരുത്തനും അങ്ങ് കരകയറാമെന്ന് വിചാരിക്കണ്ട. ഖാലു, അവരൊന്നടങ്കം ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ നബിയെ. വലാ അൻത യാ റസൂലല്ലാഹ്, ചെയ്ത അമല് കൊണ്ട് അങ്ങേക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഞങ്ങളവിടെ നിൽക്കട്ടെ, ചെയ്ത അമല് കൊണ്ട് അങ്ങേക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ആരോടായി ചോദിക്കുന്നത്? നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടി വീർത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് വേണ്ടി ഏറ്റവും തഖ്വ കാണിച്ചത് ഞാനാണെന്ന് പറഞ്ഞ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗമുദ്ഘാടനം ചെയ്യാൻ മുന്നോട്ട് വരുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ഏതാണെന്നറിയോ? വസീല എന്ന പദവിയാണ്. ആ വസീല ലോകത്തൊരൊറ്റ മനുഷ്യന് മാത്രമേ കിട്ടൂ. ആർക്കാണത് കിട്ടുന്നത്? ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്.
ആ റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് ചോദിച്ചു, വലാന്ത, നിങ്ങൾ രക്ഷപ്പെടുമോ നബിയെ? ഞങ്ങളവിടെ നിൽക്കട്ടെ, അങ്ങ് രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി പറഞ്ഞതെന്താണെന്നറിയോ? വലാ അന, ഞാനും രക്ഷപ്പെടൂല. ചെയ്ത അമൽ കൊണ്ട് റബ്ബേ എൻ്റെ സ്വർഗമിങ്ങ് തന്നേക്കെന്ന് പറഞ്ഞാൽ ഞാനും രക്ഷപ്പെടൂലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രക്ഷപ്പെടാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ നാളെ സ്വർഗത്തിന്റെ ലീഡറാവണമെന്ന് കൊതിക്കുന്നത് ഇല്ലാ അയ്യതഗമ്മദനില്ലാഹു ബിറഹ്മത്തിൻ മിൻഹു, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷപ്പെടാൻ വകുപ്പില്ല. അപ്പൊ പിന്നെ നദറത്തു റഹ്മ, റഹ്മത്തിന്റെ ഒരു നോട്ടം പോലും കിട്ടാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എത്ര നഷ്ടം സംഭവിച്ചവനാണ്. ആരാണ് ആ റഹ്മത്തിന്റെ നോട്ടം പോലും കിട്ടാത്തവൻ? പൊങ്ങച്ചത്തോടെ വസ്ത്രം നിലത്ത് ചവിട്ടി വലിച്ച് നടന്നവനെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ഈ ഹദീസ് അങ്ങ് പറഞ്ഞപ്പോ മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ കിതാബുൽ ലിബാസിൽ ഈ ഹദീസ് നമ്മൾക്ക് കാണാം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉടനെ തന്നെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അഹദ ശിഖൈ ഇസാരി യസ്തർഖി, എൻ്റെ തുണിയുടെ 2 തല ഉണ്ടല്ലോ നബിയെ, അതിൽ ഒരു തല ചിലപ്പോ യസ്തർഖി, താണു പോവാറുണ്ട് നബിയെ. ഒരു സൂക്ഷ്മത നോക്ക്, വിഷയത്തിന്റെ ഗൗരവം നോക്ക്. എൻ്റെ തുണിയുടെ ഒരു തല ചിലപ്പോ താണു പോവാറുണ്ട് നബിയേ. ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, എന്നാൽ ചിലപ്പോ ഞാൻ അറിയാതെ എൻ്റെ തുണിയുടെ 2 തലയിൽ ഒരു തല ഉള്ളുന്നങ്ങ് പുറത്തേക്ക് താണിട്ട് കുറച്ചങ്ങ് തൂങ്ങിപ്പോകാറുണ്ട് നബിയേ. ഈ സിദ്ദീഖിനെയും അല്ലാഹു നാളെ നോക്കൂലേ നബിയേ? ഫഖാൽ, അവിടെന്ന് പറഞ്ഞു, ലസ്ത മിമ്മൻ യസ്നഉ ഖുയലാ, അങ്ങ് പൊങ്ങച്ചക്കാരിൽപ്പെട്ട ആളല്ല സിദ്ദീഖേ. അങ്ങയെ പോലത്തെ മഹാന്മാരെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അഹങ്കാരത്തോടെ വലിയ വില കൊടുത്തിട്ട് വാങ്ങിയ പാന്റ് അത് നിലത്ത് വലിച്ചു നടക്കുന്ന ആളുകൾ, സമുദായത്തിന്റെ വലിയ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ എണീറ്റ് നിൽക്കുന്നവർ, അവരുടെ തുണിയെവിടെ ഒന്ന് താഴ്ത്തിയിട്ടാൽ നിലത്ത് വലിച്ചിങ്ങനെ നടക്കുകയാണ്. പള്ളിയിലെ ജമാഅത്തിനായാലും മൂത്രപ്പുരയിലായാലും ടോയ്ലറ്റിലായാലും വസ്ത്രം നിലത്ത് വലിച്ചേച്ച് നടക്കുന്നവർ, കാശും കൊടുത്ത് വാങ്ങുന്നവർ, അത്തരം വസ്ത്രങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നവർ മനസ്സിലാക്കിക്കോ, നദറത്തു റഹ്മ, റഹ്മത്തിന്റെ നോട്ടം പോലും നിഷേധിക്കുകയാണ് ഞാൻ. ഇനി ഇതൊക്കെ കേട്ടിട്ടും നാളെ അങ്ങനെ ഒരു വസ്ത്രം ധരിക്കണമെന്നൊരുത്തന് തോന്നിയാൽ അവന്റെ പേരാണ് അഹങ്കാരി. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനൊട്ടും ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് അൽ കിബ്റു, അഹങ്കാരം. ഇവിഷയകമായി നിരവധി ഹദീസുകൾ കാണാം. സഹീഹുൽ ബുഖാരിയിൽ തന്നെ മറ്റൊരു ഹദീസ് കാണാം. വഅൻ നബി ഹുറൈറത റളിയല്ലാഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. നെരിയാണിയുടെ താഴേക്ക് താണ ഒരുത്തന്റെ അരയുടുപ്പ്, ഒരുത്തന്റെ മുണ്ട്, ഒരുത്തന്റെ പാന്റ് അങ്ങനെ ധരിച്ചവൻ ഫഫിന്നാർ, അവന്റെ ശരീരം നരകത്തിലാണ്. നെരിയാണിയുടെ താഴേക്ക് പോയത് നരകത്തിലാണെന്ന് പറഞ്ഞാൽ അവൻ തന്നെ നരകത്തിലാണ്. അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്താ അപ്പം അതൊന്ന് മേലോട്ട് കയറ്റിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയോ ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിലോ അതിൻ്റെ ദുരന്തം ദുനിയാവിലുണ്ടാവാം, ആഖിറത്തിലുണ്ടാവാം. നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയണം. പട്ടിന്റെ ജുബ്ബ ധരിച്ച് മുത്തറഫ് തങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നു. സവാജിറിൽ കാണാം, ഇബ്നു ഹജർ തങ്ങളുടെ സവാജിറിൽ ഒരു സംഭവം കാണാം. മുത്തറഫ് റഹിമഹുല്ലയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നു. എങ്ങനെയാ വന്നത്? പട്ടിന്റെ ജുബ്ബ ധരിച്ചിട്ടാണ്. പട്ട് പുരുഷന്മാർക്ക് ഹറാമാണ്. ചില നിക്കാഹുകളിലൊക്കെ ലജ്ജ തോന്നി പോവാറുണ്ട്. പട്ടുവസ്ത്രം ധരിച്ച് പുതിയാപ്പിള ഇറങ്ങി വരുന്നത് നമ്മൾക്ക് കാണാം. പട്ട് പുരുഷന്മാർക്ക് ഹറാമാണ്. സ്വർണം പുരുഷന്മാർക്ക് ഈ ലോകത്ത് ഹറാമാണ്. ഈ ലോകത്ത് പട്ടും സ്വർണവും ധരിച്ച പുരുഷന് നാളെ ആഖിറത്തിൽ അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്വർഗത്തിലാണ് പട്ടും സ്വർണവും ധരിക്കപ്പെടുന്നത്, അവിടെ ഈ പട്ടുവസ്ത്രധാരി ഉണ്ടാവൂല എന്നാണ്.
അതുകൊണ്ട് ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. നോക്ക് നിങ്ങൾ, മുത്തറഫിന്റെ മുന്നിലേക്ക് പട്ടുവസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ വന്നപ്പോ മുത്തറഫ് തങ്ങൾ പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഇന്ന ഹാദിഹി മിശ്യത്തുൻ യുബ്ഗിലുഹു അല്ലാഹു വ റസൂലുഹു. നിന്റെ ഈ വേഷം അള്ളാനെയും റസൂലിനെയും ദേഷ്യം പിടിപ്പിക്കുന്ന വേഷമാണ്, അതുകൊണ്ട് ഇതൊന്ന് ഒഴിവാക്കണം. അപ്പോൾ പറഞ്ഞാൽ മതി, ഇൻഷാ അല്ലാഹ് ഞാൻ വീട്ടിൽ പോയിട്ട് അതങ്ങ് അയച്ചിട്ടോളാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ ഫഖാലല്ലാഹറു, ഇത് കേട്ട മനുഷ്യൻ ചോദിച്ചു, അമാ തഅരിഫുനി, നിനക്ക് എന്നെ അറിയാമോ? ഞാൻ ആരാന്ന് പറഞ്ഞിട്ടാണോ ഈ സംസാരം? അതാണ് ഏറ്റവും വലിയ കിബർ. നീ എല്ലാവരോടും പറയും പോലെ എന്നോട് പറയണ്ട. ചില ആളുകൾ പറയാറുണ്ട് അത് കിബറിൻ്റെ സംസാരമാണ്. നിനക്കെന്താ കൊമ്പുണ്ടോ? മുത്തറഫ് തങ്ങളോട് ഇവൻ ചോദിച്ചു, അമാ തഅരിഫുനി, എന്നെ അറിഞ്ഞോണ്ടാണോ നീ സംസാരിക്കുന്നത്? ഞാൻ ഈ നാട്ടിലെ പ്രമാണിയാണ്, ഞാൻ ഈ നാട്ടിലെ വലിയ വീട്ടിലെ ആളാണ്. എന്നോടിങ്ങനെ ആരും പറയാറില്ല. എന്നെ പഠിപ്പിക്കാൻ മാത്രം നീ വളർന്നോ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് ആരെ പേടിക്കാൻ? ആരെ പേടിക്കാൻ? അള്ളാഹുവിനെ പേടിച്ചവർക്ക് ഈ ലോകത്ത് ആരെ പേടിക്കാനാണ്? മുത്തറഫ് തങ്ങൾ പറഞ്ഞു, ബലാ അരിഫുക്, എനിക്ക് നിന്നെ നന്നായി അറിയാടോ. നിന്നെ ഇന്നു മാത്രമല്ല, നിന്റെ ഇന്നലെയെക്കുറിച്ച് എനിക്കറിയാം, നിന്റെ നാളെയെക്കുറിച്ചും എനിക്കറിയാം, ഇന്നത്തെ നിന്റെ അവസ്ഥയും എനിക്കറിയാം, നിന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ എനിക്കറിയാം. എന്നാൽ അതൊന്ന് പറ, എൻ്റെ ഇന്നലകളെക്കുറിച്ച്, എൻ്റെ ഇന്നിനെക്കുറിച്ച്, എൻ്റെ നാളെയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുത്തറഫ് തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നവർ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ മറുപടി മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഇന്നു മുതൽ ആ മറുപടി മനസ്സിലുണ്ടാവണം. എന്താ മുത്തറഫ് പറഞ്ഞത്? അവ്വലുക നുത്ഫത്തുൻ മദിറ വ ആഖിറുക ജീഫത്തുൻ ഖദിറ വ അൻത ബൈന ദാലിക തഹ്മിലുൽ അദിറ. മഹാനവർകൾ പറഞ്ഞു, അവ്വലുക, നിന്റെ തുടക്കം, നുത്ഫത്തുൻ മദിറ, നീ ദുഷിച്ച ഇന്ദ്രിയമായിരുന്നില്ലടോ. നീ ഇന്നലെ വെറും ദുഷിച്ച ഇന്ദ്രിയമായിരുന്നില്ലേ? ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് തെറിച്ചു വീണ ഇന്ദ്രിയമായിരുന്നില്ല നീ. നിന്റെ ഇന്നലെ അവ്വലുക നുത്ഫത്തുൻ മദിറ, ദുഷിച്ച ഇന്ദ്രിയമാണ്. ഇനിയോ നാളെ മറ്റന്നാൾ നീ ആവുന്നതാരാന്നറിയോ? വ ആഖിറുക ജീഫത്തുൻ ഖദിറ, അവസാനം നീ ആവുന്നത് മലിനമായ ശവമാണ്, വൃത്തികെട്ട ശവമാണ് നീ. നാളെ മറ്റന്നാൾ നിന്റെ മരണം നടന്നാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നിന്റെ ശവത്തിന്റെ അരികിലൊന്ന് വന്നാൽ ദുഷിച്ച് നാറുന്ന വൃത്തികെട്ട ശവമാണ് നീ. ഇന്നലെ നീ ഒരു മനിയിന്റെ തുള്ളിയാണ്, നാളെ നീ ഒരു ശവമാണ്. വ അൻത ബൈന ദാലിക തഹ്മിലുൽ അദിറ, ഇത് രണ്ടിന്റെയും ഇടയിൽ വലിയൊരു വേറെ നിറയെ കാഷ്ടവും പേറി നടക്കുന്നവനല്ലേ നീ? അങ്ങനത്തെ ആളല്ലേ നീ? നീ അത്ര മുന്തിയോനൊന്നുമല്ല. നിന്റെ ഈ നടത്തം അള്ളാനെയും റസൂലിനെയും ദേഷ്യം പിടിപ്പിക്കുന്ന നടത്തമാണ്. മുത്തറഫ് തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വസ്ത്രധാരണത്തിൽ കിബറന്മാരാവല്ല, വസ്ത്രധാരണത്തിൽ അഹങ്കാരികളാവല്ല. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോടും പറയട്ടെ, എവിടെയൊക്കെ വഅദ് നടന്നുവോ അവിടെയൊക്കെ പറഞ്ഞു കേട്ട ഒരു ഹദീസുണ്ട്. എല്ലാ വഅദിന്റെ മജ്ലിസിലും പറയപ്പെടാറുള്ള ഒരു ഹദീസ്. പക്ഷെ ഇന്നേ വരെ അതിൻ്റെ ഗൗരവം നമ്മൾ ആലോചിച്ചോ? എന്താ ഹദീസ്? വഅൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിൻഫാനി മിൻ അഹ്ലിൻ നാർ. ആ ഹദീസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ബുദ്ധിയുള്ള പെണ്ണുങ്ങളൊക്കെ കേട്ടോളണം. എന്താ ഹദീസിന്റെ തുടക്കം? സിൻഫാനി മിൻ അഹ്ലിൻ നാർ, നരകാവകാശികളിൽപ്പെട്ട 2 വിഭാഗക്കാർ. തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. നരകക്കാരിൽപ്പെട്ട 2 വിഭാഗക്കാർ. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസല്ലേ? 2 നരകത്തിലാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ലമ അറഹുമാ, ഈ 2 ഖൗമിനെയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പിൽക്കാലത്ത് വരാനുള്ളവരാണ്. എന്താണ് അവരുടെ സ്വഭാവം? ഖൗമുൻ, ഒരു കൂട്ടർ, മഅഹും, അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, സിയാത്തുൻ, ഒരു ചാട്ടയുണ്ടാവും, ഒരായുധമുണ്ടാവും, കഅദ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലെ. പശുവിന്റെ വാലിനൊരു സ്വഭാവമുണ്ട്, അതൊരിക്കലും വെറുതെ ഇങ്ങനെ നിൽക്കൂല. ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും, അതിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ യദ്രിബൂന ബിഹന്നാസ്, നിരപരാധികളായ ജനങ്ങളെ വേദനിപ്പിക്കലാണ് അവരുടെ സ്വഭാവം. ആരെക്കുറിച്ചാണാവോ
ഉണ്ണനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത് അല്ലാഹു വറസൂലുഹു അലം. അങ്ങനെ ഒരു വിഭാഗക്കാർ, എപ്പോഴും ജനങ്ങളെ മർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ നരകക്കാരാണ്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു വനിസാഉൻ, കുറച്ച് പെണ്ണുങ്ങൾ, കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്. എന്നാലോ ആരിയാത്തുൻ, ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്ക് അവരൊന്നും ഉടുത്തിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അതും ശരിയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ നഗ്നകളാണോ? അങ്ങനെയാണ്. എന്താ ഹദീസിന്റെ വ്യാഖ്യാനം? തസ്തുറു ബഅദ ബദനിഹാ, ശരീരത്തിന്റെ അല്പം മറക്കുന്നു. വതക്ഷിഫു ബഅലഹു, പകുതി ഭാഗം തുറന്നിടുന്നു. ഇദ്ഹാറൻ ലിജമാലിഹാ, അഴക് പൊതുരംഗത്ത് പ്രദർശിപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ നടക്കുന്ന കുറെ പെണ്ണുങ്ങൾ, അതാണ് ഒരു വ്യാഖ്യാനം. അതാണ് ആരിയാത്തുൻ, കാസിയാത്തുൻ, ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നകളാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പകുതി മറച്ചിട്ടുണ്ട്, പകുതി പുറത്താണ് എന്നാണ് അർത്ഥം. അങ്ങനെ സാരി ചുറ്റുന്ന സഹോദരിമാർ. പിന്നെയോ വഖീല, വേറൊരു വ്യാഖ്യാനം, തൽബസു സൗബൻ റഖീഖ, നല്ല നേരിയ വസ്ത്രമാണ് ധരിക്കുന്നത്. യസിഫു ലൗന ബദനിഹാ, ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രം. ഒരു വ്യാഖ്യാനം അതാണ്. വേറൊരു വ്യാഖ്യാനം, ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം. ശരീരത്തിൽ ഏതൊക്കെ സ്ത്രൈണ അവയവങ്ങളുണ്ടോ ആ അവയവങ്ങൾ കാണുമ്പോൾ പുരുഷന്റെ വികാരം ഉത്തേജിക്കപ്പെടാറുണ്ടോ, അത് ഉത്തേജിക്കപ്പെടുമാർ ശരീരത്തിലുള്ള സ്ത്രൈണ അവയവങ്ങളൊക്കെ മുഴപ്പിച്ച് കാണിക്കുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ നരകക്കാരാണെന്ന് തീർത്ത് പറഞ്ഞതാണ്. ഇനിയും ഒരു പെണ്ണിന് അങ്ങനെ ഒരു വസ്ത്രം ധരിക്കണമെന്ന് തോന്നിയാൽ പിന്നെ അവളുടെ സ്വഭാവം എന്താണ്? മുമീലാത്ത്. എന്താ മുമീലാത്ത് എന്ന് പറഞ്ഞാൽ യുഅല്ലിംന ഗൈറഹുന്ന, മറ്റുള്ളവരൊക്കെ അറിയിച്ചുകൊണ്ടുള്ള നടത്തമാണ്. അല്ലേ? ഞാൻ വരുന്നുണ്ട് എന്ന് നാലാൾ അറിയിച്ചുകൊണ്ടുള്ള നടത്തമാണ്. കിലുക്കം കാലിലുണ്ട്, സുഗന്ധം വല്ലാതെ പൂശിയിട്ടുണ്ട്, ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നുണ്ട്. വഖീല മുമീലാത്തുൽ ലിഅക്താഫിഹിന്ന, അവരുടെ ചുമലൊക്കെ കുലുക്കിക്കൊണ്ട് അവരിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അഹങ്കാരത്തോടു കൂടെയാണ് നടത്തം. എത്ര വാലാ കേട്ടത്! 1-ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങി. 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ തൂക്കിയിട്ടു. എന്തിന്റെ സർട്ടിഫിക്കറ്റാണത്? മാന്യമായി വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചു തന്നതിന്റെ സർട്ടിഫിക്കറ്റാണ്. ഖായിദുൽ ഖൗം അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുതൽ മഹാന്മാരായ പണ്ഡിതന്മാര് നാളെ റബ്ബിനോട് പറയാൻ കാത്തു നിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഒരൊറ്റ പെണ്ണിനും വസ്ത്രധാരണത്തിൽ സംശയമില്ലാത്ത വിധം പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങ് പോന്നത് എന്ന് അവര് പറയും. ഒരാളും നമ്മെ താങ്ങാനുണ്ടാവില്ല. അവിടെ ഈ ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങിയും നാണം കാണിക്കാതെ ലജ്ജയില്ലാതെ ജനസമക്ഷം ഇറങ്ങി നടന്ന പെണ്ണ് അവിടെ വരുമ്പോ അള്ളാന്റെ ഹബീബിന്റെ വാക്ക് മറന്നു പോവല്ല. സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ടും നരകക്കാര് തന്നെയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ലാ യദ്ഖുൽനൽ ജന്ന, ആ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാവൂലെന്ന് മാത്രമല്ല വലാ യജിദിന റീഹഹാ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാ മുഅ്മിനീങ്ങളെ, ആ സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കാത്ത ഹതഭാഗ്യവാന്മാരായി എൻ്റെ ഭാര്യ മാറിയാൽ പിന്നെ ഒരായുഷ്കാലം മുഴുവനും അവളെയും കൊണ്ട് നടന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഈ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ആണ് മനസ്സിലാക്കേണ്ടതാണ്, എൻ്റെ സ്വന്തം പെങ്ങൾക്ക് സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂലെങ്കിൽ ഞാൻ വലിയ ഹാജിയാരും മുസ്ലിയാരുമായി നടന്നിട്ടെന്ത് കാര്യമാണ്? നമ്മൾ ആലോചിക്കണ്ടേ? ഇതൊക്കെ കേട്ടിട്ടും നാളെയും അങ്ങനത്തെ ഒരു വസ്ത്രം ഒരു പെണ്ണെടുത്ത് ധരിക്കുന്നുണ്ടെങ്കിൽ അവൾ മനസ്സിലാക്കണം, ഞാൻ 1-ാം തരം അഹങ്കാരിയാണ്, എത്ര കേട്ടാലും നന്നാവൂലെന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കോളണം. അല്ലാതെ മുസ്ലിയാരുടെ വഅദിന് മാർക്കുമിട്ട് പോയത് കൊണ്ട് എന്ത് നേട്ടമാണ്? ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മൾക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കൂലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ കിബർ കാണിക്കല്ല. ചെറുപ്പക്കാരെ, നമ്മുടെ ഭാര്യമാരുടെ സൗന്ദര്യം അങ്ങാടിയിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ പെങ്ങന്മാരുടെ സൗന്ദര്യം നാട്ടിലുള്ള പൂവാറന്മാരുടെ ക്യാമറയിൽ പകരാനുള്ളതല്ല. അത് അന്തസ്സോടെ കൊണ്ട് നടക്കാനുള്ളതാണ്. ലോകത്ത് പെണ്ണിന് ഏറ്റവും വിലയുണ്ടാക്കി തന്ന മതം പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ഇന്നും ഇസ്ലാമിന്റെ വിമർശകന്മാർ
എവിടെയെങ്കിലും രണ്ടക്ഷരം പറയാൻ കിട്ടിയാൽ അവർക്ക് മുസ്ലിം സ്ത്രീകളെ കുറിച്ചാണ് വല്ലാത്ത വേദന. എന്തുകൊണ്ട്? കുഴിച്ചു മൂടപ്പെടുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. ചിതയിലേക്ക് എടുത്തു ചാടാൻ പോകുന്ന പെണ്ണിന് അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ്. ദലിതന്മാർ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധുജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരിശുദ്ധ ഇസ്ലാമിന് മാന്യമായി പറയാൻ സാധിക്കും. മഹാനായ കുമാരനാശാൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ദലിതുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വഴിയിലെങ്ങാണ്ട് ചത്തുകിടക്കുന്ന പശുവിന്റെ തൊലിയുരിഞ്ഞു കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റതിന്റെ പേരിൽ ജനസമക്ഷത്തിൽ അടിച്ച് മുഖത്തു നിന്ന് രക്തം വാർന്നൊഴുകുന്ന രംഗം ഫേസ്ബുക്കിലും മറ്റുമൊക്കെ നമ്മൾ കാണുമ്പോൾ കുമാരനാശാന്റെ വരികളോർക്കണം നമ്മൾ. എത്രയോ ദൂരെ വഴി തെറ്റി നിൽക്കേണ്ട ഒരേഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്താമവനെത്തി ചാരത്തിരുന്നിടാം ചെറ്റും പേടിക്കണ്ട തമ്പുരാരെ എന്ന് പാട്ടുപാടിയത് മഹാകവി കുമാരനാശാനാണ്. കുമാരനാശാൻ പറഞ്ഞു, അങ്ങ് വഴിമാറി നടക്കേണ്ട ദലിത് മോനെ, നീ ഒന്ന് പോയിട്ടൊന്ന് തൊപ്പിയിട്ട് നോക്ക്. വലിയ ഹാജിയാക്കന്മാരുടെ നടുവിൽ അന്തസ്സോടെ നിനക്കും കയറിയിരിക്കാം. അതാണ് ഇസ്ലാം, അതാണ് പരിശുദ്ധ ഇസ്ലാം. ഞാനിത് പറയുന്നത് മറ്റാരെയും വേദനിപ്പിക്കാനല്ല. ബഹുമാന്യരായ ഇതര മത സുഹൃത്തുക്കളോട് വളരെ ബഹുമാനത്തോടെ എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്ക്. ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവത് മനസ്സിലാക്കുക എന്ന് മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ അന്തസ്സിലും അഭിമാനത്തിലും നടക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ഖൗമാണ് നമ്മൾ. ഒരിക്കലും കിബർ കടന്നു വന്നുകൂടാ, ഒരിക്കലും അഹങ്കാരം നമ്മിലേക്ക് കടന്നു വന്നുകൂടാ. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, അത്തരം വസ്ത്രധാരണ രീതി ഇന്നത്തോടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ വാഴ കൊണ്ട് പിന്നെ പ്രയോജനമില്ല. അപ്പൊ കിബറിന്റെ അടയാളമാണ് നസീഹത്ത് സ്വീകരിക്കാതിരിക്കുക. എത്ര പഠിച്ചാലും ഞാനത് അംഗീകരിക്കൂല. ഇനി ഞാൻ കുറച്ച് കിബറന്മാരുടെ അടയാളങ്ങൾ പറയാം. ഇത് എന്നിലേക്ക് ചൂണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിലേക്ക് ചൂണ്ടിയിട്ടല്ല. എന്താ കിബറിന്റെ അടയാളം? അയ്യുഹിബ്ബ മിനന്നാസി അയ്യഖൂമൂ ലഹു വയുഅല്ലിമൂ. മറ്റ് ജനങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം എന്ന് എനിക്ക് തന്നെ സ്വയം ഇങ്ങ് തോന്നുക, അത് എൻ്റെ കിബറിന്റെ ഭാഗമാണ്. എന്താ ഞാനെന്താ അത്ര മോശക്കാരനാണോ? എന്നെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൂടെ അവർക്ക് എന്ന് സ്വയം എനിക്ക് തോന്നുക. എനിക്ക് ബഹുമാനം നിങ്ങൾ വെച്ച് തരുന്നതിന് വിരോധമില്ല, പക്ഷേ ആ ബഹുമാനവും ആദരവും ഞാൻ ചോദിച്ചു വാങ്ങുക എന്നത് അതെന്റെ കിബറിന്റെ അടയാളമാണ്. ഒന്ന്. രണ്ട്, എവിടെ ചെന്നാലും എനിക്ക് സ്വദാരിയത്ത് കിട്ടണം. ഞാൻ ഏറ്റവും മുതിർന്ന ആളായിരിക്കണം, ഏറ്റവും നല്ല കസേര എനിക്ക് മാറ്റിവെക്കപ്പെടണം എന്നെനിക്ക് തന്നെ തോന്നാം. എവിടെ എത്തിയാലും എങ്ങനെ ചെന്നാലും എനിക്ക് സ്വദാരിയത്ത് വേണം. ഞാൻ വരുമ്പോഴേക്ക് എല്ലാവരും എണീച്ച് മാറി തന്നോളണം, കാരണം ഞാൻ നാട്ടിൽ കാര്യപ്പെട്ട ആളാണ് എന്ന് എനിക്ക് തന്നെ സ്വയം ഇങ്ങ് തോന്നാറുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം ഞാനൊരു അഹങ്കാരിയാണ്. ജനങ്ങൾ എനിക്ക് തരുന്നതിന് വിരോധമില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എനിക്കെവിടെയും ഒരു മേൽക്കോയ്മ വേണം, എനിക്ക് നല്ല സീറ്റ് കിട്ടണം എന്ന് ഞാൻ സ്വയം തന്നെ ചിന്തിക്കൽ അതെന്റെ കിബറിന്റെ അടയാളമാണെന്ന് പണ്ഡിതന്മാർ. പിന്നെയോ ഞാനിങ്ങനെ ഇരിക്കുമ്പോ മണ്ണിന്റെ മണമുള്ള ഒരു സാധാരണക്കാരൻ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നാ. പിന്നെ വേറെ എവിടെ സ്ഥലം കണ്ടില്ലേ? എൻ്റെ അടുത്ത് വന്നിരുന്ന എന്തിനാ? ഈ കൂലിപ്പണിക്കാരും കണ്ട അലവലാദികളൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് എന്നെൻ്റെ മനസ്സിൽ തോന്നാറുണ്ടെങ്കിൽ ഇതൊക്കെ കൽബിനോട് ചോദിക്കേണ്ടതാണ്. കൽബാണ് ഇതിന് മറുപടി തരേണ്ടത്. അങ്ങനെ എനിക്ക് തോന്നാറുണ്ടോ? ലൈൻ ബസ്സിൽ ഞാനിരിക്കുമ്പോ ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ വൈകുന്നേരം വരെ പണിയുമെടുത്തിട്ട് മുഷിഞ്ഞ കുപ്പായവുമായി എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോ ഈ വൃത്തികെട്ടവൻ എന്തിനാണ് ഇവിടെ ഇരുന്നത് എന്നെനിക്ക് തോന്നാറുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം കിബറിന്റെ അംശം എനിക്ക് വന്നിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് കുറച്ച് വിഐപികൾ പറഞ്ഞു, ഉമയ്യത്തിനെ പോലെ ഉള്ള ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോഴും ഈ അലവലാദികളുടെ നടുവിൽ, ഈ കണ്ട അടിമകളുടെയും അവരുടെയും ഇവരുടെയും ഒക്കെ നടുവിലിരുന്നത് കൊണ്ടാണ് ഞങ്ങളൊന്നും അവിടെ വന്നിരിക്കാത്തത്. ഞങ്ങൾക്ക് യോജിക്കുന്ന ഒരു ടീമിൻ്റെ അടുത്ത് അങ്ങ് വന്നിരുന്നാൽ ഞങ്ങളും ഇടക്കിടക്ക് വന്നിരുന്നോളാം. എന്നാൽ ഞങ്ങൾക്കും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാം. പുണ്യാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ചെറുതായിട്ടൊന്നും തോന്നാതിരുന്നില്ല. അപ്പറഞ്ഞതിലൊരു ന്യായം ഉണ്ടല്ലോ. കുറഞ്ഞ സമയം അവരുടെ ഇടയിലും പോയിരിക്കാലോ, കുറച്ച് വിഐപികളുടെ നടുവിൽ.
ഈ സാധുക്കളുടെ നടുവിൽ നിന്ന് എണീറ്റിട്ട് ആ വിവിഐപികളുടെ നടുവിൽ പോയിരുന്നാൽ കൊള്ളാമെന്ന് ചെറുതായി അവിടത്തേക്കൊന്ന് തോന്നാതിരുന്നില്ല. അപ്പോഴാണ് ആയത്തുമായിട്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശി, രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ രക്ഷിതാവിന്റെ മഹത്വങ്ങൾ പറഞ്ഞ് അങ്ങയുടെ ചുറ്റും കൂടി നിൽക്കുന്ന മണ്ണിന്റെ മണമുള്ള സാധുക്കളുടെ അടുത്ത് നിന്ന് എണീറ്റ് പോയിട്ട് ഒരു ദഅവത്ത് വേണ്ട നബിയേ. അവിടെ ഇരുന്നോ, അവരെ അവഗണിച്ചിട്ട് ഒരു പ്രബോധനം വേണ്ട. ആ വിഐപികളുടെ മജ്ലിസിലേക്ക് അങ്ങ് പോകേണ്ടതില്ല നബിയേ. ഇനി അതല്ല, മറ്റടുത്ത് പോയി ഇരിക്കലാണ് മഹത്വം എന്നൊരുത്തന് തോന്നിയാൽ അവിടെ മനസ്സിലാക്കണം കിബർ വന്നിട്ടുണ്ട്. ഇനിയോ അല്ലാ യുസാഹിബ ഇല്ലാ മൻ ഹുവ റാജാഹിൻ ഔ മൻസിബിൻ ഔ മാൽ. പിന്നെയോ സംഘാടകർ നിങ്ങളെ സമീപിക്കാൻ വരുന്നുണ്ട്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി നമ്മുടെ സംരംഭത്തോട് സഹകരിക്കണം. ചെറിയ രീതിയിൽ സഹകരിച്ചാൽ പോരാ. ഈ പരിപാടിക്ക് ഒരുപാട് സാമ്പത്തികമായ ബാധ്യതകളൊക്കെ ഉണ്ടാവും. മറ്റൊരർത്ഥത്തിലുള്ള പിരിവും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരും ഈ മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം എന്ന നല്ല മനസ്സോടുകൂടെ നല്ല സംഖ്യകൾ അതിലിടണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അപ്പോൾ അല്ലാ യുസാഹിബ ഇല്ലാ മൻ ഹുവ റാജാഹിൻ ഔ മൻസിബിൻ ഔ മാൽ. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ വലിയ തറവാട്, അതല്ലെങ്കിലോ മറ്റെന്തെങ്കിലും വലിയ വലിയ മാനദണ്ഡങ്ങൾ, ഇതുള്ള ആളുകളോട് മാത്രം സഹവസിക്കുക. അവന് ഇവിടെ ആരും ഒരു ബന്ധമില്ല. അവന് അവിടെ ഇന്ന ക്ലബിലെ മെമ്പറാണ്, ഇന്ന ക്ലബിലെ മെമ്പറാണ് അവൻ, വേറൊരാളുമായിട്ടും ഒരു പരിചയവുമില്ല. ആ നിലയിൽ വലിയ വലിയ ആളുകളോട് മാത്രം സഹവസിക്കുക, അത് കിബറിന്റെ അടയാളമാണ്. പിന്നെയോ അല്ലാ യസ്തജീബ ലിദഅവത്തിൽ ഫുഖറാഇ വൽ മസാകീൻ. പാവങ്ങളും ഫക്കീറന്മാരും മിസ്കീന്മാരും ക്ഷണിച്ചാൽ അതിന് മറുപടി കൊടുക്കാറില്ല, അവിടെയൊന്നും പോവാറില്ല. പ്രഗത്ഭന്മാർ വിളിച്ചാലോ എങ്ങനെയെങ്കിലും അവിടെ ചെല്ലാറുമുണ്ട്. ഇങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ അവിടെയും ഞാൻ മനസ്സിലാക്കണം കിബറിന്റെ ഒരടയാളം എന്നിലുണ്ട്. അതുകൊണ്ട് കിബർ കാണിക്കാനുള്ള ഒരു യോഗ്യതയും നമ്മൾക്കില്ല മുഅ്മിനീങ്ങളെ. വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒന്ന് കിബർ ഒഴിവാക്ക്. കിബർ നടിക്കാൻ ഒരു യോഗ്യതയും നമ്മൾക്കില്ല. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് യജ്ലിസു മഅ മുസ്അബ് ഇബ്നു സുബൈർ. മുസ്അബ് ഇബ്നു സുബൈർ എന്ന് പറയുന്ന പ്രമാണിയുടെ അടുത്ത് പോവാറുണ്ടായിരുന്നു. എന്തിന്? യജ്ലിസു അലാ സരീരിഹി, അദ്ദേഹത്തിന്റെ കട്ടിലിൽ, അദ്ദേഹത്തിന്റെ കസേരയിൽ മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസും പോയി ഇരിക്കാറുണ്ടായിരുന്നു. ഫജാഅ യൗമൻ, ഒരു ദിവസം അഹ്നഫ് വന്നു നോക്കുമ്പോ വമുസ്അബ് മാദ്ദുൻ റിജ്ലൈഹി, മുസ്അബ് ഇബ്നു സുബൈർ രണ്ട് കാലും നീട്ടി അങ്ങനെ ഇരിക്കുകയാണ്. കാലും നീട്ടി അങ്ങനെ ഇരിക്കുകയാണ്. കാലും നീട്ടിയിരിക്കുന്നു. ഫലം യഖ്ബിലുഹുമാ, ആ കാലൊന്ന് ചുരുക്കുന്നില്ല. അഹ്നഫിന് ഇരിക്കാൻ സ്ഥലമില്ല. വഖഅദൽ അഹ്നഫു, അഹ്നഫ് അവിടെ ഇരുന്നു. ഫസഹമഹു ബഅദു സഹമ, ഞെരുങ്ങിയിട്ടാണ് ഇരുന്നത്. ഒരു മനുഷ്യൻ വന്നാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ? ചില ആളുകൾ പള്ളിയിലൊക്കെ കാലൊക്കെ വിശാലമാക്കി അങ്ങനെ ഇരിക്കുന്നത് കാണാം. വേറൊരുത്തൻ വന്നാൽ ഒരു മൈൻഡും ചെയ്യാറില്ല. അങ്ങനെ ഇരിക്കല്ല. മജ്ലിസിൽ വിശാലത ചെയ്യ്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അത് നിനക്ക് മാത്രമുള്ളതല്ലെന്ന് മനസ്സിലാക്ക്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്റെ ബാഗ്, ഇപ്പുറത്ത് വിശാലമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു സാധു സൈഡിൽ നിന്ന് ഓരോ ഘട്ടത്തിലും താഴേട്ട് വീണുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കാൻ നിനക്കെന്ത് യോഗ്യത? അഹ്നഫ് ഇബ്നു ഖൈസ് തങ്ങൾ ഈ മുസ്അബ് ഇബ്നു സുബൈറിന്റെ മേശക്കട്ടിലിൽ ചെന്ന് വളരെ ഞെരുങ്ങി അവിടെ ഇരുന്നു. ഇവൻ കാലൊന്ന് ചുരുട്ടി വെച്ചോ? ചുരുട്ടി വെച്ചില്ല. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് തങ്ങൾ ഫഖാല, പറഞ്ഞു, അജബൻ ലിബ്നി ആദം, ഈ മനുഷ്യന്റെ കാര്യം ഭയങ്കര അത്ഭുതം തന്നെ. എന്താ മനുഷ്യന്റെ കാര്യം ഇത്ര അത്ഭുതം? യതകബ്ബറു, അവൻ കിബർ കാണിക്കുന്നു. ചിന്തിക്ക്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്ക്. അഹ്നഫ് ഇബ്നു ഖൈസ് തങ്ങൾ പറയുന്നു, ആരായി കിബർ കാണിക്കുന്നതെന്നറിയോ? വഖദ് ഖറജ മിൻ മജ്റൽ ബൗലി മർറതൈൻ. ആരായി മനുഷ്യനറിയോ? 2 തവണ, ഒരിക്കലല്ല 2 തവണ മൂത്രം സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചവനായി മനുഷ്യൻ. അതൊന്ന് ആലോചിച്ചാ പോരെ. വഖദ് ഖറജ മിൻ മജ്റൽ ബൗലി മർറതൈൻ, മൂത്രം പാസ് ചെയ്യുന്ന വഴിയിലൂടെ 2 തവണ സഞ്ചരിച്ച ഇവനാണോ കിബർ കാണിക്കുന്നത്? ബാപ്പാന്റെ മൂത്രം പാസ് ചെയ്യുന്ന വഴിയിലൂടെയാണ് ഒരു നിലക്ക് നീ പുറത്തേക്ക് പോയത്.
ഉമ്മയുടെ മൂത്രം പാസ് ചെയ്യുന്ന വഴിയിലൂടെയാണ് നീ ഭൂമിയിലേക്ക് വന്നത്. 2 തവണ മൂത്രം പാസ് ചെയ്യുന്ന വഴിയിലൂടെ സഞ്ചരിച്ച നീ ആണോടായി കിബർ കാണിക്കുന്നത്? എന്ത് യോഗ്യതയാണ് മനുഷ്യന്മാർക്ക്? അഹ്നഫ് ബിൻ ഖൈസ് തങ്ങളുടെ വർത്തമാനമാണ് ഇത്. ബഹുമാനപ്പെട്ട ഹൃദയത്തെക്കുറിച്ച് വല്ലാതെ വിശദീകരിച്ച് സംസാരിച്ച ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ തൻ്റെ ഇഹ്യയിൽ പറയുന്ന വർത്തമാനമാണ്. അപ്പോ മനുഷ്യന് കിബർ കാണിക്കാൻ അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പറയും ഞാൻ അവിടെ പോയിട്ട് അത് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്, പാരീസിൽ പോയിട്ടുണ്ട്, ഈഫൽ ടവർ കണ്ടിട്ടുണ്ട്, താജ്മഹൽ കണ്ടിട്ടുണ്ട്, സപ്താത്ഭുതങ്ങൾ മുഴുവനും കണ്ടിട്ടുണ്ട്, ലോകത്തങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പല അത്ഭുതങ്ങളും കണ്ട കണ്ണില്ലേ നിന്റെ നെറ്റിയുടെ താഴെ? എന്നാൽ എൻ്റെ കാഴ്ച എത്ര പരിമിതമാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ടോ? ഞാൻ പറയട്ടെ, നീ അവിടെയും ഇവിടെയും പോയി ലോകാത്ഭുതങ്ങൾ മുഴുവനും കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ചോദിക്കട്ടെ, നിന്റെ മുഖത്തുള്ള 2 കണ്ണുകൊണ്ട് നിന്റെ ഇത്തിരി പോന്ന ശരീരം മുഴുവനും കാണാൻ നിനക്ക് ഇന്നേ വരെ സാധിച്ചിട്ടുണ്ടോ? നിന്റെ കാഴ്ച എത്ര പരിമിതമാണ്. നീ നിന്നെ തന്നെ കണ്ടിട്ടുണ്ടോ? എൻ്റെ ശരീരത്തിൻ്റെ പിറകുവശം നേരാം വണ്ണം എനിക്ക് കാണാനുള്ള യോഗ്യത എൻ്റെ റബ്ബെനിക്ക് തന്നിട്ടില്ല മോമിനേ. മറ്റെന്തെങ്കിലും ഒരു മീഡിയയുടെ ഒരു വസീല തേടണം എൻ്റെ പിറകുവശം ഞാൻ കാണണമെങ്കിൽ. ഇത്ര പരിമിതിയുള്ള ഒരു കാഴ്ചയാണ് എനിക്കുള്ളത്. എന്താണ് എനിക്കതുകൊണ്ട് പറയാൻ സാധിക്കുക? ഒന്നുകൂടെ ആലോചിക്ക്. നിന്റെ ശരീരത്തിന്റെ പുറകുവശം അവിടെ നിൽക്കട്ടെ. നിന്റെ കണ്ണിന്റെ തൊട്ടുമുന്നിൽ നിന്റെ കണ്ണിന് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന പുരികമില്ലേ മോമിനെ? ഈ പുരികം കാണാനുള്ള യോഗ്യത പോലും നിന്റെ കണ്ണിനില്ലല്ലോ. നിന്റെ കണ്ണുകൊണ്ട് നിന്റെ പുരികം കണ്ടോ ഇതുവരെ? മനുഷ്യന്റെ പരിമിതി നമ്മൾ ഉൾക്കൊള്ളണം. മനുഷ്യന്റെ പരിമിതി ഉൾക്കൊള്ളണം. എൻ്റെ കേൾവി, ഞാൻ ഒരുപാട് സംഗീതങ്ങൾ കേട്ടു, ഒരുപാട് പാട്ട് കേട്ടു, പ്രസംഗങ്ങൾ കേട്ടു, കളകളാരവം മുഴക്കുന്ന കിളികളുടെ ശബ്ദം കേട്ടു, ഒരുപാട് നല്ല നല്ല ശബ്ദങ്ങൾ കേട്ടു. പക്ഷേ നിന്റെ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ആ ജീവന്റെ നിലനിൽപ്പ് അടയാളപ്പെടുത്തുന്ന ഒരു ചലനമുണ്ടിവിടെ. ഒരു ചലനം, നിന്റെ ഹൃദയം ഇങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാൻ ഒരു ചാൺ മുകളിലുള്ള നിന്റെ ചെവിക്ക് സാധിക്കാറുണ്ടോ? അത് കേൾക്കണമെങ്കിൽ, ഇതിന് വല്ല പന്തികേടുമുണ്ടെന്ന് നോക്കണമെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഡയഗ്നോസ് ചെയ്യണ്ടേ മോമിനെ? നിന്റെ കേൾവി കൊണ്ട് ഇതിന്റെ മിടിപ്പിന് തകരാറ് പറ്റിയെന്ന് പറയാൻ ഒരു മനുഷ്യന് സാധിക്കാറുണ്ടോ? വല്ല മീഡിയയുടെയും വസീല തേടണ്ടേ നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പൊന്നളക്കാൻ? ഈ ഒരു പരിമിതി എന്തുകൊണ്ടാണ് മനുഷ്യൻ ഉൾക്കൊള്ളാത്തത്? എൻ്റെ കയ്യെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയാറുണ്ട്. പക്ഷേ നിന്റെ ശരീരത്തിൽ ഇത്തിരി പോന്ന ഒരു കൊതുക് നിന്റെ ശരീരത്തിന്റെ പിറകിലെങ്ങാണ്ട് കുത്തിയാൽ അവിടെ ഒന്ന് ചൊറിയണമെങ്കിൽ ഭാര്യയെ വിളിക്കണ്ടേ നിനക്ക്? നിന്റെ കൈ കൊണ്ടതിന് സാധിക്കുമോ? എത്ര പരിധിയുണ്ട് നമ്മൾക്ക്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നീ ചന്ദ്രനിൽ പോയാലും, നീ ചൊവ്വയിൽ വീട് വെച്ചാലും, നീ എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയാലും മനുഷ്യൻ ദുർബലൻ തന്നെ. എത്ര ചാടിയാലും നിനക്കൊരു പരിധിയുണ്ട്. അതാ ഖുർആൻ പറഞ്ഞത്, വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. സൂറത്തുൽ ഇസ്രായിലെ 37. വലാ തംശി ഫിൽ അർളി മർഹാ, നീ ഭൂമിയിൽ പൊങ്ങച്ചക്കാരനായി നടക്കല്ല. എന്താ കാര്യം? ഇന്നക ലൻ തഖ്രിഖൽ അർള, നീ എത്ര ഇവിടെ കിടന്ന് ചാടിയാലും ഈ ഭൂമി പിളർത്താനൊന്നും നിനക്ക് കഴിയൂല. വലൻ തബ്ലുഗൽ ജിബാല തൂലാ, നീ എത്ര മേപ്പെട്ട് ചാടിയാലും മലയെ മറികടക്കാനും നിനക്ക് സാധ്യമല്ല. നിന്ന ഭൂമി പിളർത്താനോ പർവ്വതത്തിന്റെ മേലെ ചാടാനൊന്നും നിനക്ക് കഴിയൂലടോ. അതുകൊണ്ട് അഹങ്കാരം വിട്ടിട്ട് വലാ തംശി ഫിൽ അർളി മർഹാ, നിന്റെ പൊങ്ങച്ചം ഒഴിവാക്കിയിട്ട് ഭൂമിയിലൂടെ നടക്ക്. അതുകൊണ്ട് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് കിബർ എന്ന് പറയുന്ന ദുരന്തമാണ്. ആ ദുരന്തം നമ്മുടെ കൽബിൽ നിന്ന് മാറണം. അതിന് പകരം നമ്മുടെ കൽബിലേക്ക് വരേണ്ടത് വിനയം വരണം, വിട്ടുവീഴ്ച വരണം. നമ്മുടെ സമയപരിധി ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ചുരുക്കിയിട്ട് പറയുകയാണ്. വിനയമുണ്ടാവണം, വിട്ടുവീഴ്ച ഉണ്ടാവണം. ഇത് രണ്ടും അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള സ്വഭാവമാണ്. റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് സൂറത്തുൽ ഫുർഖാനിൽ 12 അടയാളങ്ങളാണ് ഖുർആൻ പറയുന്നത്. ആ 12 അടയാളങ്ങൾ ഒത്തുകൂടിയവരെ അള്ളാഹ് വിളിക്കുന്നത് എന്താണെന്നറിയോ? ഇബാദുർ റഹ്മാൻ എന്നാണ്. റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാർ.
അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾ അവരുടെ ഒന്നാമത്തെ സ്വഭാവം കേട്ടോ, അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയുടെ മുകളിലൂടെ നടക്കുന്നത് ലാളിത്യത്തോടെ വിനയത്തോടെയാണ്. അതാ ഒന്നാമത്തെ അടയാളം. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന അടിമകളുടെ ഒന്നാമത്തെ അടയാളം അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിക്ക് മുകളിലൂടെ വിനയത്തോടെ നടന്നു പോകുന്നവരാണ്. അപ്പൊ വിനയവും വിട്ടുവീഴ്ചയും വേണം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാനഖസതു സദഖതും മിമ്മാൽ, സദഖ ഒരുത്തന്റെയും ധനത്തിൽ നിന്ന് ചുരുക്കി കളഞ്ഞിട്ടില്ല. സ്വതക്ക ചെയ്തതിൻ്റെ പേരിൽ ചുരുങ്ങിപ്പോകൂല. അതിന് വേറെ വഴിയിൽ അള്ളാഹു നമ്മൾക്ക് ഇങ്ങ് തരും. അത് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും. 100 രൂപ ഒരാൾക്ക് കൊടുത്തപ്പോൾ അറിയാതെ 200 കയ്യിൽ വന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കറിയാം. അപ്പം അള്ളാഹുവിൻ്റെ ഹബീബ് പറയാൻ, മാനഖസതു സദഖതും മിമ്മാൽ, സദഖ ഒരുത്തൻ്റെയും ധനത്തെ ചുരുക്കിക്കളയില്ല. 2 വമാ സാദല്ലാഹു അബ്ദൻ, ഒരടിമക്കും അല്ലാഹു വർദ്ധിപ്പിക്കൂല, ബിഅഫ്വിൻ, വിട്ടുവീഴ്ച ചെയ്തതിൻ്റെ പേരിൽ, ഇല്ലാ ഇസ്സാ, അന്തസ്സല്ലാതെ അല്ലാഹു വർദ്ധിപ്പിക്കൂല. ഒരിക്കലും ഭീരുവാണെന്ന് തോന്നണ്ട. ലോകത്തെ ഏറ്റവും വലിയ ധീരനാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് തൻ്റെ വാളെടുത്തിട്ട് ഒരഅറാബി, ഒരുത്തൻ, ഒരു ശത്രു ആ വാളിങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, മൈ യംനഉക മിന്നി, ആര് രക്ഷിക്കുമടാ നിന്നെ? ഈ വാള് കൊണ്ട് ഞാനങ്ങ് വെട്ടിയാൽ നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോ ആ കാലിൽ വീണിട്ട്, മാപ്പ് തരണം, എനിക്ക് വെട്ടരുത് എന്നല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോ ഒരൊറ്റ മറുപടി, അല്ലാഹ്. അതങ്ങ് കേട്ടിട്ട് വാള് താഴെ വീണു എന്നാ ഹദീസിലുള്ളത്. അല്ലാഹ്, എന്നെ രക്ഷിക്കാൻ അല്ലണ്ടടോ. അതേ വാള് തിരിച്ചു പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ വെട്ടാൻ പോവാ, നിന്നെ ആര് രക്ഷിക്കും? അവന് പറയാൻ ഒരത്താണിയില്ല. അവൻ പറഞ്ഞു, കുൻ ഖൈറ ആഖിദിൻ, അങ്ങൊരു മാന്യനാവണം, അല്ലെങ്കിൽ എൻ്റെ തല പോകും. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ ധീരനാണ്, ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തത്. പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടി IS പോലെയുള്ള തീവ്രവാദ സംഘടനകൾ വരുമ്പോൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാമിന്റെ ശൈലി. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിൽ അന്തസ്സല്ലാതെ വർദ്ധിച്ചിട്ടില്ല. വമാ തവാലാ അഹദുൻ, ഒരാളും താഴ്മ കാണിച്ചിട്ടില്ല. ഇല്ലാ റഫഅഹുല്ലാഹ്, ഒരാൾ താഴാൻ ശ്രമിക്കുമ്പോൾ അല്ലാഹു ഉയർത്തുക തന്നെ ചെയ്യും. ഒരാൾ താഴ്മ കാണിക്കുമ്പോൾ അയാളെ ഉയർത്താൻ അല്ലാഹ് ഉണ്ടാവും. ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ അയാൾക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കാൻ പടച്ച റബ്ബ് വരും. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ചോദിച്ചു, ആയിഷ ബീവി ചോദിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ആയിഷ ബീവിയുടെ ചോദ്യം, ആയിഷ ബീവി നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന മഹദിയാണ്. എന്താ ആയിഷ ബീവിയുടെ ചോദ്യം? ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദിൻ, ഉഹദ് യുദ്ധ ദിവസത്തിൽ അങ്ങേക്ക് അനുഭവപ്പെട്ടതുപോലെ വിഷമം വന്ന വല്ല ദിവസവും അങ്ങേക്ക് വന്നിട്ടുണ്ടോ നബിയേ? ഉഹദ് എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് വല്ലാത്ത വിഷമങ്ങളുള്ള ദിവസമാണ്. അവിടുത്തെ മുൻപല്ല് പൊട്ടിയത് ഉഹദിലാണ്. പാറക്കെട്ടിന്റെ മുകളിൽ മലർന്നടിച്ചു വീണത് ഉഹദിലാണ്. അവിടുത്തെ നെറ്റി പൊട്ടിയിട്ട് ചോര ഒഴുകിയത് ഉഹദിലാണ്. അവിടുത്തെ കവളത്ത് പടയങ്കിയുടെ വട്ടക്കണ്ണി കുടുങ്ങിപ്പോയിട്ട് അത് പറിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് പുറത്തു വരാതെ അബൂ ഉബൈദത്തെന്നോര് കടിച്ചു വലിച്ചപ്പോ അബൂ ഉബൈദത്തെന്നോരെ മുൻപല്ല് തെറിച്ചു പോയതും ഉഹദിലാണ്. ഹംസത്തെന്നോരുടെ കരള് ചവച്ച് തുപ്പപ്പെട്ടതും ഉഹദിലാണ്. ഒരുപാട് വിഷമങ്ങളുള്ള ദിവസമാണ് ഉഹദ്. അത് ആയിഷ ബീവിയുടെ ചോദ്യം. ഈ ഉഹദിനേക്കാളും വിഷമമുള്ള ഒരു ദിവസം അങ്ങേക്ക് വന്നിട്ടുണ്ടോ നബിയേ? ഖാല, അവിടുത്തെ മറുപടി, ആയിഷ ലഖദ് ലഖീതു മിൻ ഖൗമിക്, നിന്റെ ഖൗമിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആയിഷ. അഖബയുടെ ദിവസം കിട്ടിയത്ര വിഷമം എനിക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായില്ല. വിഷമങ്ങളുടെ നീറുന്ന ദിവസങ്ങൾ. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായി വിട പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു പോയ കൊല്ലം, ആ കൊല്ലം തന്നെയാണ് അബൂ ത്വാലിബും മരണപ്പെട്ടത്. പിന്തുണ മുഴുവനും നഷ്ടമായി. വലതു കൈ പോയതുപോലെയാണ് ഖദീജയുടെ പോക്ക്. അബൂ ത്വാലിബിന്റെ പോക്കാകട്ടെ ഇടതു കൈക്ക് സമാനമാണ്.
എല്ലാം പോയി, ആരുമില്ല, പിന്തുണ തരാൻ ആരുമില്ല. ആ കൊല്ലം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ഹുസ്നി, ദുഃഖത്തിന്റെ കൊല്ലമെന്നാണ്. ചെറുപ്പക്കാരെ, ഇരുട്ടിന്റെ മറവിൽ തീവ്രവാദം കുത്തിവെക്കാൻ ശ്രമിക്കുന്നവരോട് പറയണേ, ലോകത്തിന്റെ ധീരൻ അവിടുന്ന് പറയുകയാണ്, അതൊരു വല്ലാത്ത ദിവസങ്ങളായിരുന്നു. വഴി നടക്കാൻ പോലും സാധിക്കുന്നില്ല, റോഡിലിറങ്ങിക്കൂടാ. കൂക്കിവിളി ഒരു ഭാഗത്ത്, ചീത്തവിളി ഒരു ഭാഗത്ത്, ചെളിയും മണ്ണും തലയിൽ വാരിയിടുന്നത് ഒരു ഭാഗത്ത്. ഇബ്നു ഹിഷാമിന്റെ സീറയിൽ കാണാം, ഒരു ദിവസം അവിടുന്ന് വസ്ത്രം മാറി പള്ളിയിലേക്ക് പോകുമ്പോ ഒരു വിഡ്ഢി വന്നിട്ട് ഒരു കൊട്ട മണ്ണ് അവിടുത്തെ തലയിലങ്ങിട്ട് കൊടുത്തു. ഒരു കൊട്ട മണ്ണ് തലയിലിട്ട് കൊടുത്തു. ഇബ്നു ഹിഷാമിന്റെ സീറയിൽ കാണാം, ലമ്മാ നസറ ദാലിക സഫീഹു അലാ റഅസിഹി തുറാബ്, ആ വിഡ്ഢി അവിടുത്തെ തലയിൽ മണ്ണ് കൊണ്ടങ്ങിട്ടപ്പോ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈതഹു, പള്ളിയിലേക്കുള്ള നടത്തം തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. അവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക് വന്നു. വത്തുറാബു അലാ റഅസിഹി, തല മുഴുവനും മണ്ണാണ്. ഫഖാമത് ഇലൈഹി ഇഹ്ദാ ബനാതിഹി, അവിടുത്തെ പെൺമക്കളിൽ ചിലർ വന്നു. അവര് വന്നിട്ട് ഫജഅലത് തസ്തഗ്സിലു അൻഹു തുറാബ്, ആ മണ്ണിങ്ങനെ കഴുകി കൊടുക്കുമ്പോ തല ഇങ്ങനെ കുനിച്ചു പിടിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മണ്ണിങ്ങനെ കഴുകുമ്പോ വഹിയ തബ്കി, തന്റെ പൊന്നുമോള് കരയുകയാണ്. എന്തിനാണ് എൻ്റെ ബാപ്പയെ വിഷമിപ്പിക്കുന്നത്? ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചതിന്റെ പേരിലല്ലല്ലോ, ആരെയും ആക്ഷേപിച്ചില്ലല്ലോ, ഒരുത്തനും പാരപണിതില്ലല്ലോ, ഒരാളോടും ശത്രുത വെക്കാത്ത എൻ്റെ ബാപ്പയുടെ തലയിൽ എന്തിനാണ് മണ്ണ് വാരിയിടുന്നത്? വഹിയ തബ്കി, അവിടുത്തെ മോളിങ്ങനെ കരയുമ്പോ യഖൂലു ലഹാ, അവിടുന്ന് മോളോട് പറയുന്നു, ലാ തബ്കി യാ ബുനയ്യ, എൻ്റെ പൊന്നുമോള് കരയല്ലടി, ഫഇന്നല്ലാഹ മാനിഉൻ നബാക്, നിന്റെ റബ്ബ് നിന്റെ ബാപ്പയെ അല്ലാഹു തടുക്കും മോളെ. അങ്ങനെ വിഷമങ്ങൾ, ആ വിഷമത്തിന്റെ നടുവിലാണ് അവിടത്തേക്ക് തോന്നിയത്, ഞാനൊന്ന് ത്വായിഫിൽ പോയാലോ, അവിടെ സഖീഫ് ഗോത്രക്കാരുണ്ട്, അവരിൽ എൻ്റെ കുടുംബക്കാരുണ്ട്, അവരെന്നോട് സ്നേഹം കാണിക്കാതിരിക്കൂല, അവരെൻ്റെ ബാപ്പാന്റെ കുടുംബക്കാരാണ്, അവരെൻ്റെ ഉമ്മയുടെ വേണ്ടപ്പെട്ടവരാണ്. അങ്ങനെയാണ് ത്വായിഫിൽ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴോ ത്വായിഫുകാർ സഹായം അഭ്യർത്ഥിച്ചു ചെന്നു. കല്ലെടുത്തെറിഞ്ഞു, ആട്ടിയോടിച്ചു, കഠിനമർദ്ദനം, പിറകെ കൂടിയിട്ട് കൂക്കി വിളിച്ചു. അവിടുത്തെ കാലിൽ നിന്ന് ചുടുചോര ഒഴുകുന്ന രക്തവുമായി അവർ അവിടുന്ന് ത്വായിഫിൽ നിന്ന് മടങ്ങുമ്പോ തളർന്നവശനായപ്പോ എന്തോ ഒരു തണൽ, ഫഇദാ അന ബിസഹാബ, ഞാനൊരു മേഘത്തിന്റെ ചുവട്ടിലാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അവിടെ നിന്ന് ഇങ്ങനെ വിഷമത്തോടെ നടക്കുമ്പോ എവിടുന്നോ ഒരു തണൽ മേൽപ്പെട്ട് നോക്കിയപ്പോ ഫഇദാ അന ബിസഹാബത്തിൻ ഖദ് അവല്ലത്നി, ഒരു മേഘം വന്നിട്ട് എനിക്ക് തണൽ വിരിച്ചിരിക്കുന്നു. ഫനദർതു, ഞാനൊന്ന് നോക്കി, ആ കാർമേഘത്തിലേക്ക് ഞാനൊന്ന് നോക്കി. ഫഇദാ ഫിഹാ ജിബ്രീലു അലൈഹിസ്സലാം, സമാധാനമായി, ആരുമില്ലാതെ വിഷമിച്ചിങ്ങനെ നടക്കുമ്പോ ഒരു മേഘം വന്ന് തണൽ വിരിക്കുന്നു, ഒരാൾ വന്ന് ചിറക് വിരിക്കുന്നു. ഞാൻ മേപ്പോട്ട് നോക്കിയപ്പോ അത് മറ്റാരുമല്ല, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫനാദാനി, എന്നെ ഇങ്ങ് വിളിച്ചു, യാ റസൂലല്ലാഹ്. ഫഖാൽ, ജിബ്രീൽ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക നബിയേ, അങ്ങയുടെ ഖൗമ് പറഞ്ഞതൊക്കെ അല്ലാഹ് കേട്ടിട്ടുണ്ട് നബിയേ. ആരുമില്ലെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അങ്ങയോട് അവർ പറഞ്ഞതൊക്കെ അല്ലാഹ് കേട്ടിട്ടുണ്ട്. വമാ റദ്ദു അലൈക്, അവരങ്ങേക്ക് തന്ന മറുപടിയും അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് വഖദ് ബഅസ ഇലൈക മലക്കൽ ജിബാൽ, പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കിനെ അല്ലാഹ് എൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട്. ലിതഉമുറഹു ബിമാ ശിഅത ഫീഹിം, അങ്ങൊന്ന് ഓർഡറിട്ടാൽ മതി നബിയെ, അവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങൊന്ന് പറഞ്ഞാൽ മതി നബിയെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫനാദാനി മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കെന്നെ വിളിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ. ഫസല്ലമ അലയ്യ, എനിക്കിങ്ങ് സലാം ചൊല്ലി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇൻ ശിഅത നബിയെ, അങ്ങൊന്ന് വിചാരിക്കുകയാണെങ്കിൽ അത്ബഖതു അലൈഹിമുൽ അഖ്ശബൈൻ, ആ കാണുന്ന രണ്ട് മലകളും അങ്ങനെ തന്നെ അവരുടെ തലയിലേക്ക് ഞാൻ അങ്ങിട്ടോളാം. എന്താ അവിടെ നിന്ന് മറുപടി കൊടുത്തത്?
ഫഖാല അവിടുന്ന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ബൽ അർജു, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്നറിയോ? എട്ടും പൊട്ടും തിരിയാത്ത മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഭീകരാക്രമണം നടത്തി 400-450 മയ്യത്തുകൾ നിരത്തിവെച്ച കാഴ്ച കാണുമ്പോ അത് ഞങ്ങളാണ് ചെയ്തതെന്ന് ഊറ്റം കൊള്ളുന്ന IS-നെന്ത് ഇസ്ലാം വന്നിരിക്കുന്നു? IS-ഉം ഇസ്ലാമും എന്ത് ബന്ധമാണ്? നിരപരാധികളായ മക്കളെ കൊന്നൊടുക്കുന്നവർ, പാവപ്പെട്ട പെണ്ണുങ്ങളെ കൊന്നൊടുക്കുന്നവർ, നിരപരാധികളുടെ മേൽ ബോംബ് വർഷിക്കുന്നവർക്ക് ഇസ്ലാമിന്റെ ആദ്യാക്ഷരം പറയാനുള്ള യോഗ്യത പോലുമില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരന്മാരെ, IS-ഉം ഇസ്ലാമും ഒരു ബന്ധവും ഇല്ല, ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഇസ്ലാമിന്റെ നേതാവിനെ മറക്കാൻ സാധിക്കുമായിരുന്നു. എന്താ അവിടെ നിന്ന് പറഞ്ഞത്? ജിബ്രീലേ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാണോ? അങ്ങനെ ആയിക്കോട്ടെ എന്നാണോ? ബൽ, അവിടെ നിന്ന് പറഞ്ഞു, അർജു, ഞാൻ ആഗ്രഹിക്കുന്നത് അയ്യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈആ. അവർ മുസ്ലിമായില്ലെങ്കിലും അവരുടെ മുതുകിൽ നിന്ന് തെറിക്കുന്ന ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മോനാണെങ്കിൽ എനിക്കതാണ് ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെ അവരുടെ പരമ്പരയുടെ മുതുകിൽ നിന്ന് തെറിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു കുഞ്ഞ് ജനിച്ചാൽ എനിക്കത് മതി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ത്വായിഫ് ഇസ്ലാമിന്റെ കേന്ദ്രമാണ്. അന്ന് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ചാവുകടൽ പോലെ, മദിയൻ താഴ്വര പോലെ, കാറൂനിന്റെ കൊട്ടാരം പോലെ ലോകത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി, ഒരു ചരിത്ര വിശേഷം പറയുന്ന നാടായിട്ട് ത്വായിഫ് മാറുമായിരുന്നു. ജനങ്ങൾ കാണാൻ പോകുമായിരുന്നു. 2 മലകൾക്കുള്ളിൽ ഞെരുങ്ങി അമർന്നുപോയ ത്വായിഫ് കാണാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹത്തെ അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല. പക്ഷേ ഇന്ന് ത്വായിഫ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയുന്ന കേന്ദ്രമാണ്. ആ ഒരു ദീർഘദർശനവും വിട്ടുവീഴ്ചയുമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചത്. ഈ വിട്ടുവീഴ്ചയാണ് നമ്മൾ പഠിക്കേണ്ടത്. അന്ന് ആ വിട്ടുവീഴ്ച ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ പഠിക്ക്. ഇനിയും എത്രയെത്ര ഉദാഹരണങ്ങൾ. ഏറ്റവും വലിയ ഉദാഹരണമാണ് മക്ക വിജയം. ഒന്നുകൂടെ മനസ്സിലാക്ക്. പുതിയ പുതിയ തീവ്രവാദ സംഘടനകളൊക്കെ ജിഹാദിന്റെ ചില ആയത്തുകളൊക്കെ ഓതിക്കൊടുത്തിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ ജിഹാദ് ചെയ്യേണ്ട സന്ദർഭമാണ്. ഇസ്ലാം പറയുന്ന സമാധാനം പാലിക്കാനൊക്കെ ഇസ്ലാം പറഞ്ഞത് യുദ്ധത്തിനുള്ള ആഹ്വാനം വരുന്നതിന് മുന്നെയാണ്. അന്ന് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സമാധാനമൊക്കെ കാണിച്ച് നിൽക്കാൻ പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാലമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, മക്ക രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന ദിവസം അന്ന് മുസ്ലിമീങ്ങൾക്ക് എന്തും തീരുമാനിക്കാമായിരുന്നല്ലോ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇതര മത സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിവസം മുസ്ലിമിന്റെ സ്വഭാവം അന്ന് നമ്മൾ കണ്ടു. എന്താണ് അന്നത്തെ ദിവസം? ആരാണ് മക്കക്കാർ? ജനിച്ച നാട്ടിൽ താമസിക്കാൻ വിട്ടില്ല, തൻ്റെ കുടുംബത്തെ ആട്ടിയോടിച്ചവർ, എല്ലാ നിലയിലും വേദനിപ്പിച്ചവർ. ബദർ നയിച്ചത് മക്കക്കാരാണ്, ഉഹദ് നയിച്ചത് മക്കക്കാരാണ്, ഹംസത്ത് എന്നോരെ കൊന്നത് മക്കക്കാരാണ്. ആ ഹിന്ദ് ഇന്നും മക്കയിലുണ്ട്. ഇന്ന് പറഞ്ഞാൽ മക്ക വിജയം നടക്കുന്ന അന്ന് ഹംസത്ത് എന്നോരുടെ കരള് ചവച്ചു തുപ്പിയ ഹിന്ദ് അന്ന് മക്കയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവിടേക്കാണ് മക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കുള്ള രാജ്യമായി പ്രഖ്യാപിക്കുന്നത്. അന്ന് അവിടത്തേക്ക് മക്കയിലേക്ക് അവിടെ നിന്ന് കടന്നു ചെന്നപ്പോൾ ഖുറൈശികൾ പേടിച്ചു. ഇന്ന് ഞങ്ങളുടെ തലയെടുക്കും, ഇന്ന് ഞങ്ങളുടെ കാര്യം അപകടമാകും, ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെയാവും ഇങ്ങനെയാവും, ഒരു നിലക്കും ഞങ്ങൾക്ക് രക്ഷയുണ്ടാവൂല എന്ന് വിചാരിച്ച ദിവസം അവിടുന്ന് കഅബാലയത്തിന്റെ ഉള്ളിലുള്ള മുക്കോടി വിഗ്രഹങ്ങളെ വലിച്ചെറിഞ്ഞതിന് ശേഷം, കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് ബാങ്ക് വിളിച്ചതിന് ശേഷം അവിടുന്ന് നടത്തിയ പ്രസംഗം കിതാബുകളിലുണ്ട്. യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ, എന്നെ തല്ലിച്ചതച്ചോരെ, എന്നെ നാട് കടത്തിയവരെ നല്ല. യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, മാ തദുന്നൂന, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അന്നീ ഫാഇലും ബിക്കും, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്ന നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? കൊല്ലാൻ ഓർഡറിടുമെന്നാണോ? നിങ്ങളെല്ലാം കശാപ്പ് ചെയ്യുമെന്നാണോ? അല്ലെങ്കിൽ ഇന്ന നാട്ടിലേക്ക് നാട് കടന്നോ എന്ന് പറയുമെന്നാണോ?
എന്ന് ചില വർഗീയവാദികളൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇസ്ലാമിന്റെ ശൈലി അതല്ല. ഇവിടെയുള്ള ബഹുമാന്യരായ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാരുടെ ശൈലിയും അതല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ശൈലി അതല്ല. ഹിന്ദുക്കളുടെ ശൈലി ഇസ്ലാമിനെ സ്വീകരിച്ച ശൈലിയാണ്. കേരളത്തിൽ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരിലെ പള്ളി, ആ പള്ളി വെക്കാൻ ഓർഡർ ഇട്ടത് മഹാനായ പെരുമാൾ ചക്രവർത്തിയുടെ ഓർഡർ കേട്ടിട്ട് അതിന് സ്ഥലമൊരുക്കി തന്നവരാണ് ഇവിടെയുള്ള ഹൈന്ദവന്മാർ. അവരങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്നാൽ രാഷ്ട്രീയ ലാഭം കണ്ട ചില അല്പന്മാർ ഇടയ്ക്കിടെ പറയാറുണ്ട്, മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോയിക്കോ നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറയാറുണ്ട്. അതൊരു മോശം ശൈലിയാണ് കൂട്ടരെ, അതൊരു മോശം ശൈലിയാണ്. പരിശുദ്ധ മക്ക ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന അന്ന് ശത്രുപക്ഷത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇസ്ലാമിന്റെ നേതാവ് പറഞ്ഞു, ഇസ്ലാമിന്റെ നേതാവല്ല ലോകത്തിന്റെ നേതാവ് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, മാ തദുന്നൂൻ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, അന്നീ ഫാഇലും ബിക്കും, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്ന വിചാരിക്കുന്നത്? അവരൊക്കെ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഖൈറ, അങ്ങ് ഖൈർ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഖാല, അവിടുന്ന് പറഞ്ഞു, എന്നാൽ കേട്ടോളണേ, ഫഇന്നീ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, കമാ ഖാല യൂസുഫ് ലിഖവതിഹി, എൻ്റെ മുൻഗാമിയായ ഒരു നബിയുണ്ട്, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ ഡയലോഗ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. യൂസുഫ് നബിയെ കിണറ്റിലിട്ട ആളുകൾ പിന്നീട് ഈജിപ്തിലെ ഭരണാധികാരിയായി യൂസുഫ് അലൈഹിസ്സലാം മാറിയപ്പോൾ അരിയും ഗോതമ്പും വാങ്ങാൻ ചെന്നപ്പോൾ യൂസുഫ് നബി സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ആ ഡയലോഗാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓതി സൂറത്ത് യൂസുഫിലെ 92-ാമത്തെ ആയത്ത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, ഇന്ന് നിങ്ങളുടെ മേൽ ഒരു പ്രതികാരവുമില്ല, നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാം, നിങ്ങളുടെ മേൽ ഇന്നൊരു നടപടിയുമില്ല, വേണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കൽ തേടിയാൽ യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഇദ്ഹബൂ ഫഅൻതും തുലഖാ, നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രന്മാരാണ്. മക്കക്കാരെ, ഇനിയും നിങ്ങൾക്ക് മക്കയിൽ താമസിക്കാം, നിങ്ങളുടെ വിശ്വാസം വെച്ച് പുലർത്താം. ഇതാണ് ഇസ്ലാമിന്റെ വിട്ടുവീഴ്ച. ഇസ്ലാമിൽ ഗർവാപ്പസിയില്ല. നിർബന്ധപൂർവം ഒരുത്തരെ പിടിച്ചു കൊണ്ടുവരുന്ന ശൈലി ഇസ്ലാമിന് അന്യമാണ്. വരേണ്ടവർക്ക് വരാം, പോകേണ്ടവർക്ക് പോകാം. അതാണ് പരിശുദ്ധ ഇസ്ലാം. ഇദ്ഹബൂ ഫഅൻതുമുത് തുലഖാ, നിങ്ങളൊക്കെ പോയിക്കോളൂ, നിങ്ങളെല്ലാവരും സ്വതന്ത്രന്മാരാണ്. അതുകൊണ്ട് ഐഎസും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇസ്ലാം വളരെ കൃത്യമായി ഒഴുകുന്ന ഒരു പുഴയാണ്, അതിൽ മാലിന്യങ്ങളില്ല. വരുന്ന മാലിന്യങ്ങളെ മുഴുവനും ശുദ്ധമാക്കലാണ് ഇസ്ലാമിന്റെ ശൈലി. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവിടെ ആടിനെ മേക്കാനും ഇവിടെ നാട് വിടാനും ഒന്നും മുതിരണ്ടടോ. ഈ രാജ്യത്തിന്റെ അന്തസ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്ക്. ഇവിടെ മുസ്ലിമായി ജീവിക്കാനുള്ള കാലം, ആ ഒരു സ്വാതന്ത്ര്യമുള്ള കാലത്തോളം നമ്മൾ എന്തിന് അങ്ങും ഇങ്ങും പായണം? പല വീടുകളിലും ചെറുപ്പക്കാരെ കാണാനില്ലത്രേ. അതിൻ്റെ പിറകിൽ രാഷ്ട്രീയമുണ്ടോ ആവോ എനിക്കറിയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ ആവശ്യം ഇസ്ലാമിലില്ല. മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യ്, കുടില മനസ്സോടുകൂടെ ജീവിക്കല്ല. എല്ലാ മതസ്ഥരോടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്ക്. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം. ഞാൻ എൻ്റെ സംസാരം ക്രോഡീകരിക്കുന്നു. ഇനി നമ്മൾക്കുണ്ടാവേണ്ടത് വിനയമാണ്, വിനയ സ്വഭാവമാണ്. വിനയം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെക്കാൾ ആരെക്കാളൊക്കെ മേലെയാണ് എന്നാണോ എനിക്ക് തോന്നാറുള്ളത്? അവരോടൊക്കെയും സ്നേഹം കാണിക്കുക, അതാണ് വിനയം എന്ന് പറയുന്നത്. ആരെക്കാളൊക്കെയാണോ മേലെ എന്ന് എനിക്ക് തോന്നുന്നത്, അവരോടൊക്കെയും വിനയം കാണിക്ക്. നീ നിന്റെ ഭാര്യയേക്കാൾ മേലെയാണെന്ന് ഒരു ഭർത്താവിന് തോന്നാറുണ്ടോ? എന്നാൽ നിന്റെ ഭാര്യയോട് വല്ലാതെ വിനയം കാണിക്ക്. അവിടെയാണ് കുടുംബം സന്തുഷ്ടമാവുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു. എന്താ ചോദ്യം? യാ ആയിഷ, അല്ല ആയിഷ ബീവിയെ, മാ കാന നബിയു യസ്നഉ ഫീ അഹ്ലിഹി, റസൂലുള്ള വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതെല്ലാവർക്കും പാഠമാണ്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്.
ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന അധ്യായത്തിന് ഇമാം ബുഖാരി തങ്ങൾ കൊടുത്ത പേരെന്താണെന്നറിയോ? ബാബു കൈഫ യകൂനു റജുലു ഫീ അഹ്ലിഹി. ഒരു പുരുഷൻ വീട്ടിലെത്തിയാൽ എങ്ങനെയാവണം എന്ന് പറയുന്ന അധ്യായം. അതുകൊണ്ട് ഇത് നമ്മൾക്കൊക്കെ ബാധകമാണ്. എന്താ അവിടുന്ന് ആയിഷ ബീവിയോട് ചോദിക്കുന്നത്? ആയിഷ ബീവിയെ, റസൂലുള്ള വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുമെന്നൊന്ന് ആലോചിക്ക്. വേഗം കുപ്പായം അയച്ച് ഒരു ഭാഗത്ത്, തുണി അയച്ച് വേറൊരു ഭാഗത്ത്, മലർന്നവിടെ കിടന്ന് ഫാൻ ഇട്ടിട്ട് ഭാര്യയോട് ചായ തരാൻ പറയും, ചോറ് വിളമ്പാൻ പറയും, വസ്ത്രം അവൾ അലക്കിത്തരണം, ഇസ്ത്രി അവൾ ചെയ്തു തരണം, ഭക്ഷണം അവൾ വിളമ്പിത്തരണം. കരയുന്ന കുഞ്ഞിനെയും നമ്മൾ വിളിച്ചു പറയും, നീ എന്താ അവിടെ ചെയ്യുന്നത്? ആ കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നില്ലേ? കുഞ്ഞെൻ്റെതും കൂടെയാണെന്ന് പോലും ഞാൻ ഓർക്കാറില്ല. ഇങ്ങനെയാണ് നമ്മുടെ കുടുംബമെങ്കിൽ ആയിഷ ബീവിയോട് ചോദ്യം, റസൂലുള്ള വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരുപക്ഷെ നമ്മൾക്കൊക്കെ പറയാനുണ്ടാവും, വലിയ ബിസിയാണ്, വലിയ തിരക്കാണ്. എന്നാൽ 23 കൊല്ലം കൊണ്ട് ഒരാധുനിക മീഡിയയുടെ സഹായവും ഇല്ലാതെ ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ മാറ്റിമറിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സൗകര്യവും കൊണ്ട് നീ എത്ര കാലമായടോ വയത് പറഞ്ഞ് നടക്കുന്നു? എത്ര ആളെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ എന്നോട് ചോദിക്കണം. എന്തൊക്കെ സൗകര്യങ്ങളാണ്! ക്ഷണിക്കുമ്പോൾ തന്നെ അഡ്വാൻസ്, മൈക്ക് ഇത്ര വേണം, കസേര ഇത്ര നിരത്തണം, നഗരി ഇത്ര വിശാലം വേണം, നോട്ടീസിന് ഇത്ര വലുപ്പമുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ദഅവത്ത്. ഇതല്ലേ ഞങ്ങളുടെ അവസ്ഥ? പക്ഷേ നമ്മൾ ആലോചിക്ക് 23 കൊല്ലം കൊണ്ട് അവിടുന്ന് നിലനിർത്തിയ ഒരു സമൂഹത്തെ ഉയർത്തിയിട്ട് അവിടുന്ന് ലോകത്തിന് മുന്നിൽ പറയാൻ കഴിഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി. ലോകത്തിലെ നമ്പർ 1 എൻ്റെ സമുദായമാണ്, എൻ്റെ നൂറ്റാണ്ടാണ്. ലോകത്തിലെ നമ്പർ 1 എൻ്റെ നൂറ്റാണ്ടാണ്. അങ്ങനെ പണിയെടുത്ത ആ നേതാവ് വീട്ടിൽ വന്ന എന്താ ചെയ്യുക? ആയിഷ, ഞാൻ വല്ലാതെ തളർന്നിട്ട് വരിക കേട്ടോ, ഞാൻ അവിടെ ദീൻ പ്രബോധനം നടത്തി, ഇവിടെ അത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു, ഞാൻ കുറച്ച് കിടക്കട്ടെ എന്ന് പറയുമായിരുന്നു. ആയിഷ പറയുന്നു, കാന ഫീ മിഹ്നതി അഹ്ലിഹി. വീട്ടിലെത്തിയാൽ അവിടുന്ന് വീട്ടുജോലികളിൽ ഏർപ്പെടുമായിരുന്നു. വീട്ടിലെത്തിയാൽ പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മാംസം കറി പാകം ചെയ്യാനുള്ള ഒരുക്കത്തിലാണെങ്കിൽ, ആയിഷ, ആട്ടിറച്ചി ഞാൻ മുറിച്ചിട്ടോളാം, നീ പോയിട്ട് റൊട്ടി ഉണ്ടാക്ക്, അല്ലെങ്കിൽ റൊട്ടി ഞാൻ ഉണ്ടാക്കാം, ആയിഷ നീ കറി ഉണ്ടാക്ക്. അതായിരുന്നു അവിടുത്തെ ശൈലി. ഉൾക്കൊള്ളാൻ സാധിക്കുമോ? കാന ഫീ മിഹ്നതി അഹ്ലിഹി. അവിടുന്ന് വീട് വൃത്തിയാക്കുമായിരുന്നു, അവിടുന്ന് സ്വന്തം വസ്ത്രം കഴുകുമായിരുന്നു, അവിടുന്ന് സ്വന്തം ചെരുപ്പ് കൈകൊണ്ട് തുന്നുമായിരുന്നു, അവിടുന്ന് ആടുകളെ മേക്കുമായിരുന്നു. ഫൈദാ ഹദറത്തിസ് സ്വലാ. നിസ്കാരത്തിന്റെ സമയമായാൽ ഖാമ ഇലസ്സലാ. അവിടുന്ന് നിസ്കരിക്കാൻ പോകും. നിസ്കാരം കഴിഞ്ഞു വന്നാലോ വീണ്ടും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെങ്ങനെയാണ്? വീട്ടിൽ ഭാര്യമാരോട് വിനയം കാണിക്കുക, അവരോട് സ്നേഹം കാണിക്ക്, അവരോട് താല്പര്യം പ്രകടിപ്പിക്ക്. നമ്മളൊക്കെ നേതാക്കന്മാരാണ്. ഓർഡർ ഇടാൻ നമ്മളൊക്കെ വളരെ ഉഷാറാണ്, എന്തും ഓർഡർ ഇടാൻ ഒരുക്കമാണ്. പക്ഷേ കൈ നനയാൻ നമ്മൾ തയ്യാറല്ല, കുപ്പായം പുരളാൻ നമ്മൾ തയ്യാറല്ല. നോക്ക് നിങ്ങൾ, അനസ് തങ്ങൾ പറയുന്നു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ ഖന്ദഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്ദഖിലേക്ക് പോയി. അവിടെ കിടങ്ങ് കീറൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഖന്ദഖിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫഇദൽ മുഹാജിറൂന വൽ അൻസാറു യഹ്ഫിറൂന ഫീ ഗദാത്തിൻ ബാരിദ. നല്ല തണുത്ത പ്രഭാതത്തിൽ, മരുഭൂമിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ അൻസാരികളും മുഹാജിറുകളും കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുകയാണ്. അവരുണ്ടാക്കിയ ഇസ്സത്താ മുഅ്മിനെ, ഈ ദീനിന്റെ ഇസ്സത്ത്. അവരിങ്ങനെ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്നു. ഫലം യകുൻ ലഹും അബീദുൻ യഅമലൂന ദാലിക്. അവർക്ക് സഹായം ചെയ്യാൻ അടിമകളില്ല, ചായ വിളമ്പാൻ ആളില്ല. വാള് കേൾക്കുമ്പോൾ ഉറക്കം വരും തോന്നിയിട്ടാ വളണ്ടിയർമാർ കാപ്പി കൊണ്ടുവന്ന് തന്നത്. നമ്മൾ അനുഭവിക്കുന്ന സുഖത്തെക്കുറിച്ച് ആലോചിക്ക്. ഇസ്ലാമിന് വേണ്ടി യുദ്ധഭൂമിയിൽ കിടങ്ങു കയറുന്ന സഹാബത്ത്, അവർക്ക് അടിമകളുടെ സഹായമില്ല. അവരിങ്ങനെ കിടങ്ങു കയറിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് ചെന്ന് നോക്കുമ്പോ സഹാബത്തിന്റെ പട്ടിണിയും ക്ഷീണവും കണ്ടിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിച്ചില്ല. ഭയങ്കര പട്ടിണി കിടന്നുകൊണ്ടാണ് കിടങ്ങു കയറുന്നത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയ പണിയാണ്. ആ സഹാബത്തിന്റെ വിശപ്പും ക്ഷീണവും കണ്ടപ്പോ അവിടുന്ന് അങ്ങ് പാടി 2 വരി പദ്യം.
എന്താ പാടുന്നത്? അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നൽ ഐശ് ജീവിതം എന്ന് പറയുന്നത് ഐശുൽ ആഖിറ അത് പരലോക ജീവിതമാണല്ലോ. എന്റെ കുറച്ച് സഖാക്കൾ പണിയെടുക്കുന്നത് കണ്ടോ റബ്ബേ. അതുകൊണ്ട് ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അൻസാരികളായ മദീനക്കാർക്കും മുഹാജിറുകളായ മക്കക്കാർക്കും നീ പുറത്തു കൊടുക്ക റബ്ബേ. പട്ടിണി കിടന്ന് മെലിഞ്ഞ ശരീരവുമായി അവർ പണിയെടുക്കുന്നത് കണ്ടോ. നേതാവ് ആവേശം കൊടുക്കുന്നു, അത് കേട്ടിട്ട് അണികൾ അതിന് മറുപടി പാട്ടുപാടുന്നു. എന്താ സഹാബത്ത് പാടുന്നത്? നബിയേ, നഹ്നുല്ലദൂന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളതിന് കരാറ് ചെയ്തവരാണ് നബിയേ. അങ്ങനെ പാടിക്കൊണ്ട് ആ കിടങ്ങിങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അവസ്ഥ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹ്ഫിറു, ഞങ്ങൾ ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നു, കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുഴിച്ചപ്പോഴോ ഫഅറലത്ത് ഖുദിയത്തുൻ ശദീദ, ഭയങ്കര ഒരു പാറ പ്രത്യക്ഷപ്പെട്ടു. കുഴിച്ച് കുഴിച്ച് വലിയൊരു പാറക്കല്ലെത്തി. സഹീഹുൽ ബുഖാരിയിൽ നിന്ന് കേട്ടോളണേ, ഫജാഉൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്കത് പൊട്ടിച്ചിട്ട് പൊട്ടാതെ വന്നപ്പോ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെന്നു. ഫഖാലു, സഹാബത്ത് പറഞ്ഞു, ഹാദിഹി ഖുദിയ അർലതു ഫിൽ ഖന്ദഖ്. നബിയേ, ഇത് കണ്ടോ, വലിയൊരു പാറുണ്ട് നബിയെ, ഇവിടെ ഞങ്ങൾക്കാവുന്നില്ല നബിയെ, വിശന്നിട്ട് ഞങ്ങൾക്കത് പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഫഖാല, അവിടെ നിന്ന് പറഞ്ഞ എന്താണെന്നറിയോ? അനനാസിലുൻ, ഞാനിറങ്ങാം, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളത് പൊട്ടിക്കണ്ട. അനനാസിലുൻ, അതാണ് നേതാവ്, അല്ലാതെ അവിടെയും ഇവിടെ ഇരുന്നിട്ട് എടുക്കടോ പിടിക്കടോ എന്ന് പറയുന്നവനല്ല. അനനാസിലുൻ, ഞാനങ്ങിറങ്ങിക്കോളാം, ഞാനിറങ്ങാമെന്ന് പറഞ്ഞിട്ട് സുമ്മഖാമ, അവിടെ നിന്ന് എണീറ്റപ്പ സഹാബത്ത് പറയുന്നു, വബത്നുഹു, അവിടുത്തെ വയറ് മഅസൂബും ബിഹജരിൻ, ഒരു കല്ലിനോട് ചേർത്ത് കെട്ടിയിട്ടുണ്ട്. കല്ലിനോട് ചേർത്ത് കെട്ടിയിട്ടുണ്ട്. മഅസൂബും ബിഹജരിൻ, ഒരു കല്ലിനോട് ചേർത്ത് കെട്ടിയിട്ടുണ്ട്. എന്താ അങ്ങനെ കല്ലിനോട് കെട്ടാനുള്ള കാരണം? വലബിസ്നാ സലാസത അയ്യാമിൻ ലാ നദൂഖു ദവാഖാ, ഒരു തരി ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം പട്ടിണിയാണ്. ഇസ്ലാമിന്റെ ഇസ്സത്ത് അതും ഇതും ചെയ്ത് തകർക്കുമ്പോ ഓർക്കണേ, 3ഉം 4ഉം ദിവസം അണ്ണാക്കിലേക്ക് ഒരു റൊട്ടി കഷ്ണം പോലും കൊടുക്കാതെ അവരുണ്ടാക്കിയ ഇസ്സത്താണ് നീ തകർക്കുന്നതെന്ന്. കഞ്ചാവുമായി മുസ്ലിം ചെറുപ്പക്കാരനെ പിടിച്ച വാർത്ത വായിക്കുമ്പോ നമ്മൾ ഓർക്കണം, ആരുണ്ടാക്കിയ ഇസ്സത്തായി തകർക്കുന്നതെന്ന്. 3 ദിവസമായി ഞങ്ങൾ ഒരു കഷണം റൊട്ടി പോലും തിന്നിട്ടില്ല. ഞങ്ങളൊക്കെ വയറിൽ കല്ല് വെച്ചു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അള്ളാന്റെ റസൂലും വെച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ അവിടുന്ന് അവിടുന്ന് പിക്കാസിങ് വാങ്ങി കയ്യങ്ങ് പൊക്കിയപ്പോ ആ കല്ല് ഞങ്ങളങ്ങ് കണ്ടപ്പോ കണ്ണങ്ങ് ചിമ്മിക്കളഞ്ഞു പോയി. അവിടുന്ന് കൈ ഉയർത്തിയിട്ട് ഫളറബ, ഒരൊറ്റ വെട്ടങ്ങ് കൊടുത്തപ്പോ ഫആദ കസീബൻ അഹിയല, മണല് പോലെ തകിട് പൊടിയായിട്ട് പാറ തെറിച്ചു പോയി. അത് മറ്റൊന്നുമല്ല, മുഅ്ജിസത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പുണ്യനബി തങ്ങളുടെ മുഅ്ജിസത്താണ്. ഈ കല്ല് കണ്ടിട്ടാണ് ജാബിർ ചോദിക്കുന്നത്, നബിയെ, ചെവിയിൽ സ്വകാര്യം ചോദിച്ചു, നബിയെ, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, എന്നാലും അങ്ങയുടെ ഈ കല്ലൊന്ന് അയച്ചു മാറ്റാനുള്ള കുറച്ച് സാധനം എൻ്റെ വീട്ടിലുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ? അപ്പോഴാണ് ജാബിറിന്റെ വീട്ടിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയത്. ആ ചരിത്രം വിശാലമാണല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വിട്ടുവീഴ്ചയും വിനയവും കാണിക്ക്, അതാണ് മുസ്ലിമിന്റെ പോളിസി, അതാണ് നമ്മുടെ ജീവിത ശൈലി. നമ്മുടെ കീഴിൽ പണിയെടുക്കുന്നവരോട് മാന്യമായി പെരുമാറ്, എന്നാൽ ജോലിക്ക് ആളെ കിട്ടും. 1ാമത്തെ ദിവസം തന്നെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് കുശുമ്പ് പറഞ്ഞാൽ അവൻ വേറെ ആളെ നോക്കി പോകും. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അബൂദാവൂദിന്റെ സുനനിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലേ, കം നഅഫു അനിൽ ഖാദിം, ഞങ്ങളുടെ സേവകന്, വേലക്കാരന്, പണിക്കാരന് ഞങ്ങൾ എത്ര വിട്ടുവീഴ്ച ചെയ്യണം? ഞങ്ങൾ എത്ര തവണ വിട്ടുവീഴ്ച ചെയ്യണം? ക്യാഷ് കൗണ്ടറിൽ നിന്ന് ക്യാഷ് എണ്ണുമ്പോ ചാക്കും തലയിൽ വെച്ച് വരുന്ന കൂലിക്കാരനോട്
അപമര്യാദയായി പെരുമാറല്ല. അവനില്ലെങ്കിൽ നീ മുതലാളിയല്ല. അങ്ങ് എവിടെ നിന്നോ വന്ന ബംഗാളി മുറിയൻ ട്രൗസർ ഇട്ടിട്ട് മാർബിൾ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇറ്റാലിയൻ മാർബിളാണെന്ന് നിനക്ക് പറയാൻ കഴിയൂലടോ. അവരെ അവഗണിക്കല്ല, അവരെ മോശക്കാരാക്കല്ല. ഒരു സ്വഹാബിയുടെ ചോദ്യം, ഞങ്ങൾ എത്ര തവണ മാപ്പ് ചെയ്തു കൊടുക്കണം? ഫസമത, അവിടുന്ന് മറുപടി പറഞ്ഞില്ല. സുമ്മാ ആദ അലൈഹിൽ കലാം, അവിടത്തോട് ഇവൻ പിന്നെയും മടക്കി ചോദിച്ചു, നബിയേ ഞങ്ങളുടെ വേലക്കാരനെ എത്ര മാപ്പ് ചെയ്യണം? ഫസമത, അപ്പോഴും മറുപടി പറഞ്ഞില്ല. ഫലമ്മാ കാന ഫിസ്സാലിസ, മൂന്നാമത്തെ തവണ ചോദിച്ചപ്പോൾ കാല, അവിടുന്ന് പറഞ്ഞു, ഫീ കുല്ലി യൗമിൻ 70 മറ, ഓരോ ദിവസവും നിന്റെ വേലക്കാരന് 70 തവണയെങ്കിലും മാപ്പ് ചെയ്തു കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു വീഴ്ച വരുമ്പോഴേക്ക് ബാഗ് എടുത്തിട്ട് വിട്ടോ, അല്ല ശമ്പളം വാങ്ങിയിട്ട് പോയിക്കോ, നിന്നെ ഇവിടെ ആവശ്യമില്ല, അത് മുതലാളി, അത് അങ്ങനെയല്ല ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പൊയ്ക്കൊള്ളനാ പറഞ്ഞത്, ഇങ്ങനെ പറയല്ലടോ. ഒരു ദിവസം 70 തവണയെങ്കിലും നിന്റെ വേലക്കാരന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്ക്. അതാണ് ഇസ്ലാം. വിട്ടുവീഴ്ചയുടെ മതമാണ് ഇസ്ലാം. 10 കൊല്ലക്കാലം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത പണിക്കാരനല്ലേ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അനസ് പറഞ്ഞില്ലേ, വലഖദ് ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, റസൂലുള്ളാഹിക്ക് ഞാൻ 10 കൊല്ലം ഖാദിമാൻ, 10 കൊല്ലം പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഫമാ ഖാല ലീ ഖത്തു, ഈ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഉഫിൻ, ഛേ എന്നൊരു വാക്ക് 10 കൊല്ലത്തിനിടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ഖാല ലിശൈഇൻ ഫഅൽതുഹു, ഞാൻ ചെയ്ത ഒരു കാര്യത്തെ ചൂണ്ടിയിട്ട് ലിമ ഫഅൽതുഹു, എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ലിമ ഫഅൽതുഹു, എന്തിനാടാ നീ അത് ചെയ്തത് എന്ന് എന്നോട് 10 കൊല്ലത്തിനിടയിൽ ചോദിച്ചില്ല. വലാ ലിശൈഇൻ ലം അഫ്അൽഹു, ഞാൻ ചെയ്യാത്ത കാര്യത്തെ ചൂണ്ടിയിട്ട് ഹല്ലാ ഫഅൽത കദാ, അങ്ങനെ ചെയ്തുകൂടായിരുന്നു അനസേ എന്ന് 10 കൊല്ലത്തിനിടയിൽ എന്നോട് ചോദിച്ചിട്ടില്ലെന്ന് മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അപ്പോ വേലക്കാർക്ക് വിനയം കാണിക്ക്, ഭാര്യമാരോട് വിനയം കാണിക്ക്, കുഞ്ഞു മക്കളോട് വിനയം കാണിക്ക്. എന്താ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത്? ഇന്നലെ ഒരു അധ്യാപിക ഒരു കുഞ്ഞിൻ്റെ കൈ ചവിട്ടി അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. എവിടുത്തെ അധ്യാപികയാണ് ഇവരൊക്കെ? എന്താ അധ്യാപകന്മാർ ചെയ്യേണ്ടത്? മതം പഠിപ്പിക്കുന്നവരായാലും ഭൗതികം പഠിപ്പിക്കുന്നവരായാലും എല്ലാ അധ്യാപകന്മാരോടും എല്ലാ ഉസ്താദുമാരോടും എനിക്ക് പറയാനുള്ളത്, ടീച്ചർമാരായാലും വേണ്ടില്ല, മതം പഠിപ്പിക്കുന്നവരായാലും വേണ്ടില്ല, കുഞ്ഞുമക്കളെ അകാരണമായി വേദനിപ്പിക്കല്ല, പൈതങ്ങളെ വേദനിപ്പിക്കല്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൈതലിനെ വേദനിപ്പിക്കാൻ എന്താ അധികാരം? എന്തിൻ്റെ പേരിൽ? മാനസികമായി തളർത്തല്ല, വേദനിപ്പിക്കല്ല, കഠിനമായ ശിക്ഷ കൊടുക്കല്ല. അല്ലറ ചില്ലറ ശിക്ഷകളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അതൊക്കെ എങ്ങനെ? അതിന് അതിൻ്റെതായ ചില രീതികളുണ്ട്. എല്ലാ ബാപ്പമാരോടും ഞാൻ പറയട്ടെ, നിസ്കാരമല്ലേ മുസ്ലിമിൻ്റെ ഐഡന്റിറ്റി? നിസ്കാരത്തെക്കാൾ വലുത് വേറെന്താ? ആ നിസ്കാരം മക്കളോട് കൽപ്പിക്കേണ്ടത് 7 വയസ്സാകുമ്പോഴാണ്. എന്നാൽ ആ നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ പോലും മക്കളെ തല്ലാൻ പറഞ്ഞത് എപ്പോഴാ? 10 വയസ്സായപ്പോഴാ. എന്നിട്ടാണോ 4 വയസ്സുള്ള കുട്ടി അറിയാതെ ടൈൽസിൽ മൂത്രമൊഴിച്ചു അതിനടിക്കുന്നത്? കിടക്കയിൽ മൂത്രിച്ചു പോയ 6 വയസ്സുള്ള മോനെ തല്ലിയത് എന്തിൻ്റെ പേരിൽ? ക്രൂരതയല്ലേ? മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുഞ്ഞുമക്കൾ ഇംഗ്ലീഷിൽ ചോദിക്കണമത്രേ. എവിടുത്തെ ന്യായമാണിതൊക്കെ? ആരാണ് അധികാരം തന്നത്? ഇംഗ്ലീഷിൽ ടോയ്ലറ്റിൽ പോവാൻ ചോദിച്ചില്ലെങ്കിൽ ആ നിന്നെടുത്ത് തന്നെ കുട്ടി അറിയാതെ മൂത്രിച്ചു പോവാണ്. എത്രയെത്ര ഉണ്ട് ഇതൊക്കെ. നമ്മൾക്ക് ഏറ്റവും അറിയപ്പെട്ട സ്കൂളിൽ സീറ്റ് കിട്ടിയാൽ മതി. എത്ര ഡൊണേഷൻ കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. തത്ത പാടും പോലെ അവൻ വൈകുന്നേരം വന്ന് 4 ഇംഗ്ലീഷ് കാച്ചിയാൽ 1-ാം നമ്പർ. നമ്മുടെ കാഴ്ചപ്പാട് അതാണ്. പക്ഷേ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെ ഈ പൈതങ്ങൾക്ക് സ്നേഹം കൊടുക്കാതെ ഈ പീഡനത്തിനാര് സമാധാനം പറയും? ഒരധ്യാപിക ചവിട്ടി അങ്ങ് പൊട്ടിച്ചു അത്രേ ഒരു കുഞ്ഞുമോന്റെ കൈ. എങ്ങനെ സാധിച്ചു? സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ കൈ ഞാൻ ഒടിക്കുമെന്ന് പറയാൻ ഒരു ബാപ്പക്ക് സാധിക്കുമോ? അങ്ങനെ ചവിട്ടി പൊട്ടിക്കാൻ ഒരു അധ്യാപികക്ക് സാധിക്കുമോ? പിന്നെ എന്തേ ആരാന്റെ കുട്ടിയെ മുന്നിൽ കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തു കളഞ്ഞത്? സാധ്യമാണോ? നോക്ക്, നിങ്ങൾ കുട്ടികളോട് കാണിക്കേണ്ട കരുണ കേൾക്കണോ?
ഇമാം ഹാക്കിം തങ്ങൾ തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നു, വഅൻ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻ ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ബിന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കരിക്കുമ്പോ ഇത് ജാഅഹുൽ ഹുസൈൻ, അവിടുത്തെ പേരക്കുട്ടിയായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ചെറിയ മോനാൻ ഹുസൈൻ തങ്ങൾ വന്നു. റസൂലുള്ള ഇമാമായി നിസ്കരിക്കുന്നു. ഹുസൈൻ എന്നവർ വന്നു. അവിടുന്ന് സുജൂദിൽ കിടക്കുമ്പോ ഫറകിബ ഉനുഖഹു വഹുവ സാജിദുൻ, അവിടുന്ന് സുജൂദിൽ കിടക്കുമ്പോ അവിടുത്തെ പെരടിയിൽ കയറി വണ്ടിയാക്കി. റകിബ അങ്ങനെ വാഹനം കയറിയെന്ന, വല്യുപ്പാൻ്റെ പുറത്ത് കയറിയിട്ട് വണ്ടിയാക്കി. അന്നത്തെ വണ്ടി ഒട്ടകവും കുതിരയും ഒക്കെയാണ്. ഇപ്പം റസൂലുള്ള സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞുമോൻ ഓടി വന്നിട്ട് ബാപ്പാന്റെ ചുമലിൽ അവിടെ കയറിയിട്ട് വണ്ടിയാക്കി. എന്താ ലോക നേതാവ് ചെയ്തത്? അതിലും തഖ്വയിൽ ഒരു മനുഷ്യൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇനി നിസ്കരിക്കാൻ സാധ്യതയുമില്ലല്ലോ. അവിടെ നിന്ന് എന്താ ചെയ്തത്? ഫഅത്വാല സുജൂദ, സുജൂദ് അങ്ങ് നീട്ടി. സുജൂദിൽ അവിടെ കിടന്നു. ഏതുവരെ? ഹത്താ ദന്നു, ജനങ്ങൾ വിചാരിച്ചു അന്നഹു ഖദ് ഹദസ അംറുൻ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, പുതുതായിട്ട് എന്തോ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ സുജൂദിൽ കിടക്കൂലല്ലോ. അവരും സുജൂദിൽ കിടന്നു, അള്ളാഹുവിൻ്റെ ഹബീബും സുജൂദിൽ കിടന്നു. സുജൂദ് അങ്ങനെ കുറെ നീണ്ടുപോയി. കുഞ്ഞുമോൻ ഇറങ്ങി അങ്ങ് പോയപ്പോൾ അവിടുന്ന് സുജൂദിൽ നിന്ന് എണീറ്റു. ഫലമ്മാ ഖലാ സ്വലാത്തഹു, നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, ഖദ് അതൽത സുജൂദ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് സുജൂദിന് ഭയങ്കര നീളമുണ്ടല്ലോ. എന്താ ഇന്ന് സുജൂദിന് ഇത്ര നീളം? ഫഖാല, അവര് പറഞ്ഞു, ഹത്താ വനന്ന, ഞങ്ങൾ വിചാരിച്ചു പോയി, അന്നഹു ഖദ് ഹദസ അംറുൻ, എന്തോ സംഭവിച്ചു പോയെന്ന് ഞങ്ങൾ വിചാരിച്ചു പോയല്ലോ. എന്താ മറുപടി? ഫഖാല, അവിടെന്ന് പറഞ്ഞു, ഇന്നബിനി ഖദ് ഇർതഹലനി, എന്റെ മോൻ എന്നെ വണ്ടിയാക്കി. സ്വഹാബത്തെ, ഇർതഹലനി, എന്റെ പുറത്ത് വണ്ടി കയറി, എന്നെ അവൻ വണ്ടിയാക്കി. അങ്ങനെ എന്റെ പുറത്ത് കയറിയപ്പോ ഫകരിഹ്തു, എനിക്ക് വിഷമം തോന്നി, അന്നഅജിലഹു, അവനെ വലിച്ച് താഴെയിടാൻ, ഹത്താ യഖ്ലിയ ഹാജതഹു, അവനെന്തോ ആഗ്രഹിച്ചിട്ടല്ലേ കയറിയത്, അത് സാധിക്കുന്നതിന് മുന്നേ അവനെ വലിച്ച് താഴെയിടാൻ എനിക്ക് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സുജൂദങ്ങ് നീട്ടിയതെന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിനയം. കുഞ്ഞുമക്കളോടുള്ള ഒരു വിനയത്തിൻ്റെ ഉദാഹരണമാണത്. നോക്ക് നിങ്ങൾ, ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നു, കാനത്തിൽ അമതു മിൻ ഇമാഇൽ മദീന, മദീനയിലൂടെ റസൂലുള്ള നടന്നു പോകുമ്പോൾ മദീനയിലുള്ള ചെറിയ പെൺകുട്ടികൾ, നല്ല മുത്തുമണികൾ പോലുള്ള പൈതങ്ങൾ, അവർ റസൂലുള്ളാഹിനെ അങ്ങ് കണ്ടാൽ ലതഖുദു ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കയ്യിൽ ഇങ്ങ് പിടിക്കും. ചെറിയ പൈതങ്ങൾ, നല്ല പൂമ്പാറ്റകളെ പോലെ പാറുന്ന മക്കൾ, അവര് അവിടുത്തെ കണ്ടാൽ ഓടിച്ചെന്നിട്ട് കൈ ഇങ്ങ് പിടിക്കും. ആർക്കും പിടിക്കാം അവിടുത്തെ കൈ, അതാണ് അവിടുത്തെ ലാളിത്യം. കൈ പിടിച്ചിട്ടോ ഫതൻതലിഖു ബിഹി ഹൈസു ശാഅത്, ആ മക്കൾക്ക് എങ്ങോട്ട് പോകണമെന്നാണോ തോന്നുന്നത് അങ്ങോട്ട് വലിച്ചങ്ങ് കൊണ്ടുപോകും. അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു മുടക്കവും പറയാതെ മക്കൾ വലിക്കുന്ന ഭാഗത്തേക്ക് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു എന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. കുഞ്ഞുമക്കൾ പിടിച്ച് വലിച്ച, മക്കളെ എനിക്ക് തിരക്കുണ്ട് മക്കളെ എന്ന് പറയൂല. എങ്ങോട്ടാണോ വലിക്കുന്നത് അങ്ങോട്ടങ്ങ് പോകുമായിരുന്നു. അവരുടെ ചെറിയ വിഷയങ്ങളിൽ വരെ അവിടെ നിന്ന് ഇടപെടുമായിരുന്നു. ഒരൊറ്റ ഹദീസ് വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു അലൈനാ. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാ, ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് വരാറുണ്ട്. അങ്ങനെ വരുമ്പോ വലിയ അഖുൻ സഗീറുൻ, എനിക്ക് ചെറിയ ഒരു സഹോദരനുണ്ട്. യുക്ന, ആ സഹോദരനെ ഓമന പേര് വിളിക്കാറുള്ളത് അബാ ഉമൈർ. അബൂ ഉമൈർ എന്നാണ് ഞങ്ങൾ ഓനെ വിളിക്കാറുള്ളത്. എൻ്റെ ഒരു ചെറിയ അനുജൻ, അവന് മക്കളൊന്നുമില്ല. അബൂ ഉമൈർ എന്ന് പറഞ്ഞാൽ ഉമൈറിൻ്റെ വാപ്പാന്നാ, അതൊരു ഓമനപ്പേരാണ്. ചെറിയ മോനാണ്. ആ അബൂ ഉമൈർ എന്ന ഒരു കൊച്ചനുജൻ എനിക്കുണ്ട്. വകാന ലഹു നുഗറുൻ, എൻ്റെ കൊച്ചനുജന് ഒരു കുഞ്ഞി പക്ഷി ഉണ്ടായിരുന്നു, ഒരു കുരുവി ഉണ്ടായിരുന്നു എൻ്റെ അനുജന്. അതിനെ വളർത്തുമായിരുന്നു. യൽഅബു ബിഹി, അതിനോട് കളിക്കുമായിരുന്നു. എൻ്റെ കൊച്ചനുജൻ വളർത്തുന്ന ഒരു പക്ഷി ഉണ്ടായിരുന്നു.
ഈ ഹദീസ് ഞാൻ വായിക്കുന്നത് അബൂദാവൂദ് തങ്ങളുടെ സുനനിൽ നിന്നാണ്. ഇതേ സംഭവം തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ മറ്റൊരു രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അധിക ഹദീസ് കിതാബിലും ഇതുണ്ട് എന്നർത്ഥം. അപ്പോൾ ഒരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. ആ പക്ഷിക്കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അനുജൻ ഇങ്ങനെ കളിക്കുമായിരുന്നു. ഒരു ദിവസം ഫമാത്ത, ആ പക്ഷിക്കുഞ്ഞ് മരിച്ചുപോയി. ആ പക്ഷിക്കുഞ്ഞ് ചത്തുപോയി. അതിനുശേഷം ഫദഖലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗം, ഒരു ദിവസം റസൂലുള്ള വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോഴോ ഫറആഹു ഹസീന, അബൂ ഉമൈർ വലിയ ദുഃഖത്തിലാണ്. എൻ്റെ അനുജൻ ഭയങ്കര ദുഃഖത്തിലാണ്. അവൻ്റെ പക്ഷി ചത്തുപോയി, അത് മരിച്ച ദുഃഖത്തിലാണ്. എൻ്റെ കൊച്ചനുജന്റെ വിഷമം കണ്ടപ്പോ ഫഖാല, അവിടുന്ന് ചോദിച്ചു മാശഅ്നുഹു, നമ്മൾ അബൂ ഉമൈറിന് എന്ത് പറ്റി? എന്താ ഒരു ഉഷാറില്ലാത്തത്? എന്താ ഒരു മൂഡ് ഓഫ്? എന്താ പറ്റിയത്? ഉടനെ തന്നെ ഞങ്ങൾ പറഞ്ഞു നബിയേ മാതനുഗറുഹു, അവൻ്റെ കുരുവിക്കുഞ്ഞ് ചത്തുപോയി, അവൻ്റെ പക്ഷിക്കുഞ്ഞ് ചത്തുപോയി നബിയേ, അതിൻ്റെ വിഷമത്തിലാണ്. എന്താ ചെയ്തത്? അവിടുന്ന് ചെന്നിട്ട് കുഞ്ഞിനെ അബൂ ഉമൈറിനെ ചേർത്ത് പിടിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, എൻ്റെ അബൂ ഉമൈറേ നിന്റെ പക്ഷിക്കുഞ്ഞിന് എന്തു പറ്റിയടാ? സാരമില്ല മോനെ എന്ന് പറഞ്ഞ് ആ പൈതലിനെ അവിടുന്ന് ആശ്വസിപ്പിച്ചു എന്ന് ഹദീസ്. നിസാര വിഷയങ്ങളിൽ വരെ അവിടെ ഇടപെട്ടു. അതുകൊണ്ട് ഈ ജാടയുടെ കുപ്പായമൊക്കെ ഒന്ന് അയച്ചു വെക്ക്, എന്നിട്ടൊന്ന് ചെറുതാവാൻ ശ്രമിക്ക്. എന്നാൽ അള്ളാഹു നമ്മളെ വലുതാക്കും. ഇനി സ്വയം വലുതാണെന്ന് തോന്നിയാൽ നാളെ അള്ളാഹു വലുതാക്കി അങ്ങ് കാണിച്ചു തരും. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷകളിൽ ഒന്ന് ശരീരം ക്രമാതീതമായി വലുതാക്കലാണ്. മാബൈന മങ്കിബയിൽ കാഫിരി, ഒരു നന്ദി കെട്ടവന്റെ രണ്ട് ചുമലിന്റെ ഇടയിലുള്ള ദൂരം മസീറത്തു സലാസത്തി അയ്യാം, 3 ദിവസത്തെ വഴിദൂരമായിരിക്കും. ലിറാഖിബിൽ മുസ്രിഇ, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുത്തൻ ഒരു വണ്ടിയിൽ സഞ്ചരിച്ചാൽ എത്ര ഓടുവോ അത്ര ഉണ്ടാവും ഒരു നന്ദി കെട്ടവൻ്റെ 2 ചുമലിൻ്റെ ഇടയിലെന്ന് ഇമാം മുസ്ലിം തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് കിബറിൻ്റെ കുപ്പായം അഴിച്ചു വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളായി മാറുക, അവർക്കാണ് വിജയം. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പാരത്രിക ലോകം. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, നജ്അലുഹാ, നാം ഒരുക്കി വെച്ചിരിക്കുന്നത് ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ, ഭൂമിയിൽ വലിപ്പത്തരം ആഗ്രഹിക്കുന്നവർക്കോ കുഴപ്പക്കാർക്കോ അല്ല, വിനയത്തോടെ നടന്നു പോകുന്നവർക്കാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ്. അല്ലാഹു തആല നമ്മയൊക്കെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇന്നത്തെ ഈ 2 മണിക്കൂർ സമയം നമ്മൾ ഉപയോഗിച്ചത് അനാവശ്യമായ ഒരു വിശദീകരണത്തിലേക്കും പോവാതെ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞത് മുഴുവനും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്, കളയേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലാളിത്യത്തോടുകൂടെ ജീവിക്കാനും കിബറിൻ്റെ കുപ്പായം അഴിച്ചു വെച്ച് ഖൽബ് നന്നാക്കാനും നമ്മളൊക്കെ ശ്രമിക്കണം. കേട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാളെ വീണ്ടും ഞാനാ പഴയതുപോലെ തന്നെ നടക്കൂ എന്നാണ് ഒരുത്തന് തോന്നുന്നതെങ്കിൽ അവൻ്റെ പേരാണ് കിബറൻ. അല്ലാഹു തആല നമ്മയൊക്കെ വിനയാന്വിതന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. ഔലിയാക്കളുടെ ജീവിതത്തിൽ നിന്ന് ഇന്നിവിടെ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം അതാണ്. ജാതിക്കൂട്ടത്തിൽ അഹ്മദ് മുസ്ലിയാരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഞാൻ എപ്പോഴും വരുമ്പോൾ അന്വേഷിക്കാറുണ്ട്. പലർക്കും അഹ്മദ് മുസ്ലിയാരെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരൻ, അത് തന്നെയാണ് പ്ലസ്, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതേ ഞങ്ങൾക്കൊക്കെ ഇടയിൽ വെറും ഒരു സാധാരണക്കാരൻ, ഒന്നിനും കൊള്ളാത്ത ആളായി നടന്നിരുന്നു. അത് തന്നെയാണ് ഖുർആനും പറഞ്ഞത്, യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിക്ക് മുകളിലൂടെ ജാട കാണിച്ച് നടന്നവരല്ല, അവർ സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെ നടന്നവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനത്തെ മിമ്പറിൽ കയറി പ്രസംഗിക്കുമ്പോൾ അവിടുന്ന് ധരിച്ച കോട്ട് 12 സ്ഥലത്ത് കീറിയിട്ട് കഷ്ണം വെച്ചതായിരുന്നു. അതുകൊണ്ട് ഉമർ മോശക്കാരനാണ് എന്നാണോ? അല്ലല്ലോ. അതുകൊണ്ട് അവരുടെയൊക്കെ ലാളിത്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അഹ്മദ് മുസ്ലിയാർ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന ഗവേഷണം നടത്തുന്നതിന് പകരം അവരുടെ ജീവിതത്തിൽ നല്ലത് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ICUവിൽ കഴിയുന്ന ഒരു രോഗിക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 മാസം മുമ്പ് മരണപ്പെട്ടു പോയ എൻ്റെ അമ്മായിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് ഇസ്മായിൽ കനിയാണ്ടിയിൽ ഉമ്മത്തൂർ എന്ന് പറയുന്ന മാന്യ സഹോദരൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. നീണ്ട ഒരു ദുആ നടത്തുന്നില്ല.